Praise the Lord. Hallelujah. 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 നമ്മൾ 1 കൊറിന്തോസ് അധ്യായം 2:9-10 വായിക്കുന്നു. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമെന്ന്. ഹല്ലേലൂയ. 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 അതിന് നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ തുറക്കണം. ഉദാഹരണമായിട്ട് കണ്ണ്, നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ച് നോക്കുമ്പോൾ മഞ്ഞാക്കളിച്ചിനെ കാണും, പിതാവിനെ കാണും, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അന്ന് അടച്ച് ആന്തരിക കണ്ണ് തുറന്നാൽ ദൈവത്തെ കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ മാത്രമല്ല, ദൈവിക കാര്യങ്ങൾ മുഴുവൻ. അതുപോലെ ആന്തരിക ബുദ്ധി തുറക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ അനുഭവങ്ങളെല്ലാം ഉണ്ടാകും. നമ്മൾ ഓർക്കണം, ആത്മീയ കാര്യങ്ങളെല്ലാം ആധ്യാത്മിക തലത്തിലാണ്, ഭൗമിക തലത്തിലല്ല. നമ്മൾ ഈ കണ്ണും കൊണ്ട് ചന്തയിൽ പോയാൽ മത്തങ്ങ കാണും, അപ്പോൾ നല്ലതെന്ന് തോന്നും, മേടിക്കും. അത് നമ്മുടെ ഭൗമിക കാര്യത്തിനാണ്. എന്നാൽ ആധ്യാത്മിക കാര്യത്തിന് ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഉയർത്തണം. ഉദാഹരണമായിട്ട് കുർബാനയുടെ സമയത്ത് ഞങ്ങളുടെ രീതിയിൽ പറയും, ഹൃദയങ്ങൾ ദൈവങ്ങളിലേക്ക് ഉയരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനിക്കുന്നു, ഉന്നതത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുക. എല്ലാ കുർബാനകളിലും എല്ലാ രീതിയിലും അതുണ്ട്. കാരണം എന്തെന്നറിയാമോ? പിന്നെ വരാൻ പോകുന്ന സത്യങ്ങൾ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കത്തില്ല. ഉദാഹരണമായിട്ട് അപ്പവും വീഞ്ഞും ആ വൈദികൻ്റെ കരങ്ങളിലൂടെ ശരീരവും രക്തവുമാകുന്നു. സത്യത്തിൽ ഒരു വൈദികൻ്റെ കൈ എന്താണ്? പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരമാണ്. ഹല്ലേലൂയ. ആ കൈക്കുമ്പിളിലാണ് അത് ഈശോ ഈ ലോകത്തിൽ എന്നും ജന്മം കൊള്ളുന്നത്. ഞാനത് ഓർക്കുമ്പോൾ കരയാറുണ്ട്. അത് കയ്യിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആര്? പാപിയായ ഒരു മനുഷ്യൻ. ആ മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി പരിശുദ്ധാത്മാവിലൂടെ. അതുതന്നെയാണ് സംഭവിക്കുന്ന. ഒരു വൈദികൻ അപ്പമെടുത്ത് വാഴ്ത്തി ആ യേശുവിനെ ആക്കി മാറ്റുമ്പോൾ, പ്രിയമുള്ള അൽത്താര എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് അതാ പുൽക്കൂട്. ഹല്ലേലൂയ. അവിടെയാണ് ഉണ്ണിയെ കിടത്തുന്നത്. നിങ്ങൾക്കറിയാം, ആ വെള്ള വസ്ത്രത്തിൽ ആ സ്വർണത്തിൽ പൊതിഞ്ഞ് ആ പുൽക്കൂട്ടി കിടത്തിയ പോലെ. ഇതൊക്കെ ആത്മീയ വെളിപ്പെടുത്തലാണ് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുമ്പം തടി കൊണ്ടുണ്ടാക്കിയ ഒരു അൽത്താര, ആ തടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കി, ഇതൊക്കെയാണ് ഭൗമിക കണ്ണും ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ, ആന്തരിക ചെവികൾ, എല്ലാ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ തുറക്കണം. ഉദാഹരണം, ഇന്നലെ ഞാൻ ഇങ്ങോട്ട് കയറി, പെട്ടെന്ന് നല്ലൊരു സ്മെൽ കുന്തിരിക്കത്തിൻ്റെ. ഇവിടെ കുന്തിരിക്കൊന്നും ഞാൻ കണ്ടില്ല. അത് എന്താണ്? ആ യേശുവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അത് നമുക്ക് മണക്കാൻ കഴിയും. ധാരാളം പേർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, പരിശുദ്ധ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ, ഈ കുന്തിരിക്കം കൊണ്ടുള്ള മണമെന്ന് പറയുന്നത് ബാഹ്യമാണ്. എന്നാൽ ആന്തരികമായ ഒരു സ്മെൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പിയോ ജീവിച്ചിരുന്ന കാലത്ത് ആരൊക്കെ അടുക്ക ചെല്ലുമോ മണമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് സത്യമാണ്. ഈ സത്യം ആത്മാവിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഹൃദയം തുറക്കണം. തുറന്ന കർത്താവിനെ കാണാം. ഹല്ലേലൂയ. അവനെ അനുഭവിക്കാം. ഇത് ചുമ്മാതെ ആളുകൾ വിളിച്ചു പറയുന്നതല്ല. ഈ അച്ഛന്മാരും മെത്രാന്മാരും ചുമ്മാ പൂതി വെച്ച് പറയുന്നതല്ല മക്കളെ. ഇതൊക്കെ സത്യങ്ങളാണ്. അങ്ങനെ കണ്ടവർ നമ്മുടെ പഴയ തലമുറകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സഭയൊക്കെ നിലനിൽക്കാൻ കാരണം. നമുക്ക് മക്കളെ അങ്ങനെ ആയിത്തീരണം. ഞാൻ അവയെ പറ്റിയൊക്കെയാണ് പറയാൻ പോകുന്നത്. നമുക്കൊരു പാട്ട് പാടാം, യേശുവിനെ കാണണം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇത് ചുമ്മാരെ യേശുവിനെ കാണുന്നു പറഞ്ഞത് ഒരു പടം കാണുന്നതല്ല ട്ടാ, ഒരു പ്രതിമ കാണുന്നതല്ല ട്ടാ. പിന്നെയോ നമ്മുടെ ഹൃദയത്തിൽ അനുദിനം പിറക്കുന്ന കർത്താവ്. കർത്താവ് പറഞ്ഞെന്താണ്? അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എൻ്റെ പിതാവ് എന്നിലും ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. യോഹന്നാൻ 14:20 വചനം. നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ യേശുവുമായിട്ട് ശരീര രക്തത്തോടെ ബന്ധപ്പെടേണ്ടവരാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ എന്നാ പറഞ്ഞത്?
ഇനി ഞാനല്ല, യേശു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇത് പൗലോസ് മാത്രമല്ല, ഞാനും നിങ്ങളും അനുഭവിച്ച് ഏറ്റുപറയണം. ഇനി ഈ ഭൂമിയിൽ നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. യേശുവായി, വേറൊരു യേശുവായി. അതിന് നമുക്ക് നമ്മുടെ പള്ളിയിൽ കൂരാശകൾ, ഏറ്റവും വലിയ കൂരാശ ജ്ഞാനസ്നാനം. ഇന്നലെ ഞാൻ പറഞ്ഞത് പിതാവ് ഇന്നും എടുത്തു പറഞ്ഞു. യേശുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ. ഹല്ലേലൂയ. ഇവിടെ എത്ര പേരുണ്ട് സ്നാനം സ്വീകരിച്ച് കൈയൊന്ന് ഉയർത്തിക്ക്? എല്ലാവരും സ്നാനം മേടിച്ചവരാ. അല്ലേ? അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ, അല്ലേ? സ്നാനസ്ഥാനത്തൂടെയാണ് നമ്മൾ ക്രിസ്ത്യാനികളായത്. എന്തിനാ ക്രിസ്ത്യാനിയായത്? യേശുവിനോട് ഐക്യപ്പെടാൻ. ഹല്ലേലൂയ. ഇതൊക്കെ ബുദ്ധി കൊണ്ടറിയാം, വേദോപദേശം അറിയാം, ബൈബിൾ അറിയാം. പക്ഷേ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നില്ലാത്തവരാണ് നമ്മൾ. നമുക്ക് ഹൃദയം ഒന്ന് തുറക്കാം, ആ കൈകൾ ഒന്ന് തുറക്കാം, അന്തരെ കണ്ണുകൾ തുറക്കാം. യേശുവിനെ കാണണം എന്ന ഗാനം ഭക്തിപൂർവ്വം നമുക്ക് പാടിക്കൊണ്ട് വചന ശുശ്രൂഷ ആരംഭിക്കാം. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കണം, യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ, പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ, എനിക്ക് യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം. കരങ്ങൾ മാറോട് ചേർത്ത് യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ,
ഹൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ ഹൃത്തടം തുറന്നു തരണേ. എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഈ മക്കളുടെ മേലയക്കണമേ. അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. അപ്പച്ച, പപ്പ എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ മക്കളാണ്. ഓരോരുത്തരും മകനും മകളുമാണ്. ഓ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങൾക്ക് അങ്ങേ കാണണം. അങ്ങ് അയച്ച ഏകപുത്രനെ അനുഭവിക്കണം. ഓ, അങ്ങനെ നല്ല ക്രൈസ്തവരായി യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കണം കർത്താവേ. ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ അങ്ങേക്കുള്ളവരാണ് കർത്താവേ. കർത്താവ്, ഈ ലോകത്തിലെ കാര്യങ്ങളല്ല ഞങ്ങൾ ദൃഷ്ടി ഉറപ്പിക്കേണ്ടത്. പിന്നെയോ മഹോന്നതത്തിൽ വസിക്കുന്ന അങ്ങിലാണ് ദൃഷ്ടി ഉപയോഗിക്കേണ്ടത് കർത്താവേ. അതിനായി ഞങ്ങളുടെ ദൃഷ്ടികളെ തുറക്കൂ കർത്താവേ. ഞങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിൽ കേൾക്കുന്നു. പലതും ചീത്തയാണ്. മൊബൈലിൽ കൂടെ, ടെലിവിഷനിൽ കൂടെ, പത്രത്തിൽ കൂടെ ഏറെ വാർത്തകൾ എല്ലാം വേദനിപ്പിക്കുന്നവ, വളരെ അശുദ്ധമായവ. എന്നാൽ കർത്താവേ, അങ്ങനെ ശുദ്ധമായ വചനമുണ്ട് കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന വിജ്ഞാനം, അറിവ് പകർന്നു തരുന്ന, ഞങ്ങൾക്ക് രോഗശാന്തി തരുന്ന മൃദുലമായ സ്വരം ഞങ്ങൾ കേൾക്കുന്നില്ല കർത്താവേ. മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ കാതുകൾ തുറക്കണമേ. ആന്തരിക കാതിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നത് കേൾക്കാൻ കൃപ തരണമേ. എൻ്റെ മക്കളെ അനുഗ്രഹിക്കൂ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവേ, ആത്മാവേ ശക്തി പകരൂ, കൃപ വർഷിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പിതാവേ, ഇവരുടെ ഹൃദയങ്ങളെ തുറക്കൂ, മാനസങ്ങളെ തുറക്കൂ. ഓ, ഭൗമിക കാര്യങ്ങളിൽ മാത്രം ഞങ്ങൾ ശ്രദ്ധ വെച്ച് ജീവിച്ചാൽ മറ്റാരേക്കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന് വചനത്തിലൂടെ പറയുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ ഭാഗ്യപ്പെട്ടവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കൂ കർത്താവേ. ഈ ദേവാലയത്തിൽ, ഈ പരിശുദ്ധ സന്നദ്ധിയിൽ കടന്നു വന്നിരിക്കുന്നവരേവരെയും ഞാനങ്ങ് കർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തു വരുന്ന നിമിഷങ്ങൾ, ഓ, വചനങ്ങൾ സ്പർശിക്കുന്ന നിമിഷങ്ങളായിരിക്കട്ടെ. വചനം കേൾക്കുന്ന മാത്രമേ സൗഖ്യം നടക്കട്ടെ, സ്വാത്യാതെ വിമോചനം ഉണ്ടാകട്ടെ, ദൈവാനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിശബ്ദമായി ദൈവസാന്നിധ്യം മക്കളെ അനുഭവിക്കൂ. പിതാവ് ഇവിടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊണ്ട് പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. യു ആർ മൈ ഓൺ സൺ, യു ആർ മൈ ഓൺ ഡോട്ടർ. നീ എൻ്റെ സ്വന്തം മോളാണ്, എൻ്റെ സ്വന്തം മോനാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഏകപുത്രനെ അയച്ചത്. ഒരു പക്ഷേ നീ പാപം ചെയ്ത് കാണുമായിരിക്കാം, ഏറെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, സമൂഹത്തെ വേദനിപ്പിച്ച് കാണും. അതെല്ലാം മായ്ച്ച് തുടച്ച് നിന്നെ എൻ്റെ പുത്രനും പുത്രിയാക്കാൻ ഞാൻ അവനെ ആ കാൽവരിയിലേക്ക് വിട്ടുകൊടുത്തു. നോക്കൂ, അവൻ്റെ ഹൃദയത്തിലേക്ക്, നിനക്കായി കുന്നത്താൽ തുറക്കപ്പെട്ട ആ ഹൃദയത്തിലേക്ക് നോക്കൂ. ഇതാണ് സ്നേഹം, ഇതാണ് എൻ്റെ സ്നേഹം. എൻ്റെ മകനിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നത്, പ്രകടിപ്പിക്കുന്ന സ്നേഹം. നിൻ്റെ ഭാര്യയോ, നിൻ്റെ ഭർത്താവോ, നിൻ്റെ അപ്പനോ അമ്മയോ ഒരിക്കലും ഹൃദയം തുറന്ന് തന്നിട്ടില്ല, ഒരിക്കലും അത് മുറിച്ച് തന്നിട്ടില്ല ഒരു ഭാഗം. എന്നാൽ എന്നും ദിവ്യ കുർബാനയിലൂടെ എൻ്റെ ഹൃദയം മുറിച്ചാണ് മോനെ, മോളെ അത് തരുന്നത്. എൻ്റെ തന്നെ രക്തം ചിന്തിയാണ് നിന്റെ നാവിലേക്ക് ഞാൻ വരുന്നത്. എന്നെ തന്നെയാണ് തരുന്നത്. വിശ്വസിക്കൂ മോനെ, മോളെ. അതെ, ഇത് ഞാനാണ്, നിന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവാണ് എൻ്റെ പുത്രനിൽ വസിക്കുന്നത്. ഞാനും എൻ്റെ പുത്രനും ഒന്നാണ്. ഈശോ പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എൻ്റെ സ്നേഹമാണ് നീ കാണുന്നത്. വരൂ, നോക്കൂ, ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവജലം, പരിശുദ്ധാത്മാവ്. ഇതാണ് ധ്യാനസ്ഥാനത്തിൽ നീ സ്വീകരിച്ചത്, മുറോൻ കുരാശയിൽ നീ സ്വീകരിച്ചത്, മറ്റോരോ കുരാശകളിലും നീ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവാണ് കടന്നു വരുന്നത്.
ആത്മാവിലൂടെ നീ യേശുവിനെ അനുഭവിക്കുന്നു. യേശുവിനെ മാത്രമല്ല, സകല വിശുദ്ധരെയും, സ്വർഗത്തുള്ള വിശുദ്ധർ, സഹനങ്ങൾ സഹിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആ വിശുദ്ധർ, ഈ ലോകത്തിലെ വിശുദ്ധർ എല്ലാവരുമായി കൂട്ടായ്മയാണ് അനുഭവിക്കേണ്ടത്. മക്കളെ, ആത്മാവിന്റെ കൂട്ടായ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മകദിശു ബഹരിയ കാദിയോമയാലം ബഹരിയാല ശംബരഹരലല ബഹരിയോരിയ ലംബരഹരയോരിയ ലംബഹരിയോരിയ ലംബരഹരല ശംബരഹരലല. അമ്മേ, പരിശുദ്ധ അമ്മേ, ആ കുരിശിൻ ചുവട്ടി വെച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മേ, ആ സഹേന ഊട്ടുശാലയിൽ പെന്തക്കോസ്താ ദിനത്തിൽ കൂടെ ഉണ്ടായിരുന്ന അമ്മേ, ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരമ്മയായ നീ, ഒരു സ്ത്രീയായ നീ, ഒരു വിധവയായ നീ ഉണ്ടായിരിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ കർത്താവിന് മുമ്പിൽ അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ. അമ്മേ, കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഞാൻ നിങ്ങളോട് ഇന്ന് വചനം പങ്കുവെക്കുവാനായിട്ട് കർത്താവിനോട് ചോദിച്ചു എന്താണ് പറയേണ്ടത് എന്ന്. തൃശ്ശൂർക്കാരൊക്കെ പറയുന്ന പോലെ എന്തൂട്ടാ പറയേണ്ടത് എന്ന് പിതാവിന് അറിയത്തില്ല. ഇന്ന് മുഴുവൻ ഞാൻ തിരക്കായിരുന്നു. ഇന്ന് ഒത്തിരി വൈദികർ അവരെന്നെ കാണാനും സംസാരിക്കാനും വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നു. അതുകൊണ്ട് അല്പം വിശ്രമിക്കാനും സമയം കിട്ടിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവിനെ കൊടുക്കുമ്പോൾ എനിക്ക് വിശ്രമമാണ്. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ ഒരു രഹസ്യം പറയുന്നു. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ നല്ല മിടുക്കനായിട്ട് ഇങ്ങനെ നടക്കാൻ മേലെങ്കിലും നല്ല ഒന്നാന്തരം വീൽ ചെയറിൽ ഇരിക്കുന്നു. മുഖത്തോട്ട് നോക്കി ഒരു ക്ഷീണവുമില്ല, നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ, അറിയത്തില്ല എങ്കിൽ പറയുന്നു, ഞാൻ ദിവസം 2 മണിക്കൂർ ഉറങ്ങിയാൽ, രാത്രിയിൽ ഉറങ്ങിയാൽ അതിൻ്റെ വലിയ ഉറക്കമാണ്. 2 മണിക്കൂറേ ഉറങ്ങാറുള്ളൂ, അതും പലപ്പോഴും ഇല്ല. എന്നാൽ അതേ ബാക്കിയുള്ള സമയം ഞാൻ എന്തു ചെയ്യും? ഞാൻ വിശ്രമിക്കും. യേശുവിനോടുകൂടി വിശ്രമിക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്രമിക്കും. അപ്പോഴാണ് എനിക്ക് ഈ വെളിപ്പെടുത്തലെല്ലാം ഉണ്ടാകുന്നത്. അത് പിതാവ് പറഞ്ഞ ആ പുസ്തകങ്ങളൊക്കെ, എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള പുസ്തകം പരിശുദ്ധ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടുകൂടി. നിങ്ങൾക്കറിയത്തില്ല, പിതാവിനും അറിയത്തില്ലാത്ത ഒരു രഹസ്യം ഞാനും നിങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ യൂറോപ്പിലോ ഇന്ത്യയിലോ മാത്രമല്ല എനിക്ക് വചന ശുശ്രൂഷ. വേദനയുടെ നിശബ്ദമായ രാത്രികളിൽ ഞാൻ വചനം പ്രഘോഷിക്കുന്നത് മരണം മൂലം വേർപെട്ടവരോടാണ്. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കറിയാം, കർത്താവിനെ അഭിമുഖമായി കാണണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. അതിവിശുദ്ധിയിലാണ് അത് ത്രിത്വം വസിക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ, നിത്യത എന്ന് പറഞ്ഞാൽ ആ പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നേരെ കാണുന്നതാണ്. നമ്മളാരും അതിന് വിശുദ്ധർ അല്ല. ഒരു പക്ഷെങ്കിൽ ആ ശുദ്ധീകരണത്തിലൂടെ പോകാതിരുന്ന 2 പേരേ ഉള്ളൂ, യേശുവും അമ്മയും. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, യേശു ഒരു പാപവും ചെയ്തിട്ടില്ല, പാപത്തോടുകൂടിയല്ല ജനിച്ചത്. അമ്മയും അങ്ങനെയല്ല. എന്നാൽ ലോകത്തുള്ള നമ്മളെല്ലാവരും പാപത്തിൽ ജനിക്കുന്നു. നമുക്കറിയാം, ഉത്ഭവ പാപം. അതിനുശേഷം പാപത്തിലൂടെ പോകുന്നു. നമുക്കറിയാം, അനുതാപത്തിലൂടെ, കുമ്പസാരത്തിലൂടെ പാപത്തിന് മോചനം കിട്ടുന്നു. എല്ലാം കഴിഞ്ഞാലും പാപത്തിൻ്റെ കറ ഉണ്ട്. അപ്പോൾ ഇത് ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീ ആണ് ശുദ്ധീകരണ സ്ഥലം. അത് കൂടുതൽ വ്യക്തമാക്കുന്ന പുസ്തകം ഞാൻ തന്നെ സ്ഥാപിച്ച സിസ്റ്റേഴ്സ് ഉണ്ട്. കാരിസ് മരിയൻ സൊസൈറ്റി, കാരിസ് മരിയൻ മെയ്സ് എന്ന് പറയും. മാതാവിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ദാസികൾ. അവർ 2 പേര് വന്നിട്ടുണ്ട്. അവരെ കാരിസ്മാവിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. അവർ ആ പുസ്തകങ്ങളൊക്കെ വിൽക്കാനായിട്ട്. ഞാൻ പുസ്തകത്തിന് കച്ചവടം പറയുകയല്ല കേട്ടോ, ആ കാര്യം പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും, അതായത് അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, ആരോഗ്യമുള്ളവർ, കർത്താവിനെ സമർപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് കൂടാൻ കഴിയും ഞങ്ങളുടെ കൂടെ. ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ചെയ്യുന്ന ആ 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആധ്യാത്മിക തലത്തിലേക്ക് എന്നെ കർത്താവ് നയിച്ച വിധങ്ങൾ പറയാൻ അധികം സമയമില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ആ രാത്രി കാലങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ ആത്മാക്കൾ എൻ്റെ അടുക്കൽ വരും. ഞാൻ ആത്മാക്കളുടെ മാതാവാണ്. പലപ്പോഴും ആത്മാക്കളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ അവർക്ക് പാപത്തിന് മോചനം കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കന്യകാ മാതാവിനോടുകൂടെ സ്വർഗത്തിലേക്ക് ഗാനാലാപത്തോടെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഓരോ ദിവസവും. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഓർക്കും, എനിക്ക് പ്രസംഗിക്കാനായിട്ട് നാവനങ്ങാതെ വന്നാലും ഒരു പക്ഷേ കിടക്കയിൽ എപ്പോഴും കിടക്കണമായിരിക്കണമെങ്കിലും കർത്താവ് എനിക്കൊരു നല്ല ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മരണം മൂലം വേർപെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. ഇതാണ് ഈ പുസ്തകത്തിൽ ഞാൻ വിവരിച്ചിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങൾ, നിത്യത ദർശിച്ച നിമിഷങ്ങൾ, അതുപോലെ ശുദ്ധീകരാത്മാക്കോട് കൂടെ എന്ന 2 പുസ്തകങ്ങൾ വായിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുക. ഇപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും കാരിഷ്ഭവനിൽ പോയി വാങ്ങിക്കുക. ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്, മറ്റ് പല പുസ്തകങ്ങളുമുണ്ട്. ഈ 2മാണ്. അടുത്ത ആൾ ഞാൻ ബോധം കെട്ട് അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗം കണ്ടു, നരകം കണ്ടു, ശുദ്ധീകരണ സ്ഥലവും കണ്ടു. അത് വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ എന്നെ നോക്കുന്ന ആളുകളോട് ആശുപത്രിയിൽ നിന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, ഫാദർ ജെയിംസ് ഈസ് ഡെഡ്. മഞ്ഞാക്കളച്ചൻ ജെയിംസ് അച്ഛൻ മരിച്ചു, ശവം കൊണ്ടുപോകാൻ നാട്ടിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്തോളാൻ. നിങ്ങൾക്കറിയാം, ഞാൻ അന്ന് ഓസ്ട്രിയയിൽ ഉള്ള ഒരു ആശുപത്രിയിലാണ് കിടക്കുന്നത്. അവിടെ വെച്ചാണ് എനിക്ക് ഗില്ലംബാരെ രോഗം, നിങ്ങൾ മലയാളത്തിൽ പറയുന്നതാണ് ഗില്ലംബാരെ സിൻഡ്രോം എന്ന് പറയും. എൻ്റെ മുഴുവൻ നാഡികളും ഒരുതരം ബാക്ടീരിയ തിന്ന് നശിപ്പിച്ചു. നമുക്കറിയാം, നരമ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് അനക്കമില്ല. അങ്ങനെയാണ് ഞാൻ കോമായിൽ കടന്നത്, ബോധമില്ലാതെ കടന്നത്. ഈ അവസരത്തിൽ ഞാൻ വയസ്സനായതുകൊണ്ടും മാത്രമല്ലൊരു ഇന്ത്യനാണ്, കറമ്പനാണ്. വെള്ളക്കാർ അല്പം വിവേചനങ്ങളൊക്കെ കാണിച്ചു. കാര്യം പൈസ കൊടുത്തു ആശുപത്രിയിലെങ്കിലും എന്നോട് ഒത്തിരി വിവേചനം കാട്ടി. ഒരു രാത്രിയിൽ പ്രിയ മക്കളെ, അത് ഞാൻ നോക്കുമ്പോൾ കേൾക്കുന്നത് അലാമാണ്. കാരണം ഏതോ കേബിള് വിട്ടുപോയി, അതുകൊണ്ട് അലാം അടിക്കുന്നു. ഒറ്റ നേഴ്സുമാരോ ആരും വരുന്നില്ല. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, അലാം അടിച്ച് 10 മിനിറ്റ് ആരും വന്നില്ലെങ്കിൽ മരണമാണ് എന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ തയ്യാറെടുത്തു എൻ്റെ കൊച്ചു പാപങ്ങൾക്ക് വേണ്ടി പോലും കർത്താവിനോട് മാപ്പിരുന്നു കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അതെ, അവിടുന്ന് ഒരു നേഴ്സ് വരുന്നു, എനിക്കറിയത്തില്ല. അവ നോക്കിയപ്പോൾ തളുത്ത് വിറങ്ങലിച്ച് കിടക്കുന്നു, നാടി നിന്നുപോയി. അപ്പോൾ തന്നെ അവൾ എന്നെ ആശുപത്രിയിലാക്കിയ അത് പെറുവിൽ നിന്നുള്ള, സൗത്ത് അമേരിക്ക പെറു, അവിടെ നിന്നുള്ള ഒരു സ്ത്രീയാണ് എന്നെ നോക്കുന്നതും. ഞാൻ യൂറോപ്പിലായിരിക്കുമ്പോൾ എൻ്റെ കൂടെ കവൽമാലാഹായെ പോലെ വരുന്നതും. പുള്ളിയുടെ മകൻ ഒരു ഡോക്ടറാണ്. ഡോക്ടറും കൂടെ കൂടി ഏകദേശം 1/2 മണിക്കൂർ യാത്ര ചെയ്യുന്നു. വഴി വെച്ച് അവരാലോചിച്ചു ഏത് പ്ലെയിനാണ് കൊച്ചിക്ക് വിടുന്നത് അച്ഛൻ്റെ ശരീരം. അപ്പോൾ ഒരു പ്ലാൻ, കാരണം അവിടെ അടക്കാൻ പറ്റത്തില്ല, ഞാൻ വിദേശിയാണ്, അതുകൊണ്ട് എൻ്റെ ശരീരം ഇവിടെ കൊണ്ടാണ് അടക്കേണ്ടത്. അപ്പോൾ അവർ ഓർത്തു ലുഫ്താൻസ ജർമ്മൻ പ്ലെയിന് വിടാം. ഞാൻ അവിടെയാണെങ്കിൽ ആ പ്ലെയിൻ സാധാരണ യാത്ര. അപ്പോൾ ഗാബി എന്ന് പറയുന്ന കവൽമാലാഹയെപ്പോലെ ഒരമ്മയെപ്പോലെ നോക്കുന്ന അവൾ പറഞ്ഞില്ല, ജെയിംസ് അച്ഛന് ഫ്രീ ആയി ടിക്കറ്റ് കിട്ടുന്നത് എമിറേറ്റ്സിലാണ്. അതെ, എനിക്ക് 20 കൊല്ലമായിട്ട് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് അവരെ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, അച്ഛൻ്റെ ശരീരം മാത്രമല്ല, കൂടെ 2 പേർക്കും ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊച്ചിക്ക് അയക്കാമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് അവർ ആശുപത്രിയിലെത്തി എൻ്റെ ശവമെടുക്കാൻ, അഥവാ ശവം കാണാൻ വന്നപ്പോൾ ഞാൻ നല്ല കുട്ടപ്പനായിട്ട് ശ്വസിച്ച് മിടുക്കനായിട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കൂ. ഈ നേഴ്സ് അത് ചെന്ന് പ്രൊഫസറോട് പറഞ്ഞപ്പോൾ പ്രൊഫസർ ഓടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ പുറത്ത് കയറിയിരുന്ന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഞെക്കി എനിക്ക് ശ്വാസം ഉണ്ടാക്കി ഞാൻ മിടുക്കനായി കുട്ടപ്പനായിട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഇവർ 2 പേര് കയറി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഏതാനും മിനിറ്റുകൾ സമയത്ത് അതെ എനിക്ക് വലിയ അനുഭവം ഉണ്ടായതാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. നിത്യത ദർശിച്ച നിമിഷങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ ചിലരൊക്കെ അത് വായിച്ചു കാണും. ചില എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാം ഇപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയ മക്കൾ, ഇത് പറയാൻ കാരണം എന്നെ പൊക്കാനല്ല. ഞാനൊരു പാപിയാണ്, ഞാനൊരു ബലഹീനനാണ്. എങ്കിലും കർത്താവ് ഇത് തരുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ 52 വർഷമായി വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ട്. കർത്താവിനറിയാം എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്താൽ ഞാൻ വിളിച്ചു കൂവും എന്ന്. ഹല്ലേലൂയ. അതെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്ന്, ആർക്കെങ്കിലും നന്മ ചെയ്താൽ പോയി പ്രഘോഷിക്കൂ എന്നാണ് പറയുന്നത്. കർത്താവിനറിയാം എനിക്ക് തലവേദന മാറിയെന്ന് പറഞ്ഞാലും ഞാൻ പ്രഘോഷിക്കുമെന്ന്. അതുകൊണ്ട് ആ കർത്താവ് അതെ ഇതെല്ലാം എനിക്ക് തരുന്നതും ഈ അനുഭവങ്ങൾ തരുന്നതും അല്ലാതെ എൻ്റെ നന്മ കൊണ്ടോ പുണ്യം കൊണ്ടോ അല്ല. അത് മനസ്സിലാക്കണം. ഞാനിങ്ങനെ യേശുവിനെ പ്രഘോഷിക്കുന്നത് കൊണ്ട് ആ കർത്താവ് ഇതൊക്കെ എനിക്ക് തന്നതും ഈ അനുഭവങ്ങളിലൂടെ നയിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഇതാണ്.
ആരാണ് ഒരു ക്രിസ്ത്യാനി? ഹൂ ഈസ് എ ക്രിസ്ത്യൻ? അതെ, അവൻ്റെ ഐഡൻറ്റിറ്റി, അവൻ്റെ വ്യക്തിത്വം എന്താണ്? ഞാൻ പറയും, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന യേശുവിനെ ജീവനോടെ കണ്ടുമുട്ടി, യേശുവിനെ കണ്ടുമുട്ടി ജീവിതം യേശുവിന് നൽകി രക്ഷകനായി സ്വീകരിച്ച് രക്ഷകനെ പ്രഘോഷിക്കുന്നവനാണ് ഒരു ക്രിസ്ത്യാനി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജ്ഞാനസ്ഥാനം സ്വീകരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കൂരാശകൾ സ്വീകരിച്ചൊരു സഭയിലെ അംഗമായതുകൊണ്ട് അതെ നാം യേശുവിനെ കണ്ടോ എന്നത് നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം. നമുക്കറിയാം, ആദ്യം യേശു പുൽക്കൂട്ടി പിറന്നപ്പോൾ കണ്ടത് മറിയമാണ്, നിശ്ചയമായിട്ടും. പെറ്റ തള്ളയെ ആദ്യം കണ്ടത്. അപ്പോൾ പിന്നെ ഔസേപ്പാണ് കണ്ടത്, നിശ്ചയമായിട്ടും. ഇനി അതിനുശേഷം നമുക്കറിയാം ആട്ടിടയന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പോയി. അതിന് കാരണം അവർക്കൊന്നുമില്ല, ഉടുതുണിയും കിടക്കാനുള്ള പായേ ഉള്ളൂ, ആഹാരവും കിട്ടും, വേറെ ബാങ്ക് അക്കൗണ്ടോ പണമോ ഒന്നുമില്ല, സ്വന്തം ഒന്നുമില്ല. ഈ ആടിനെയും മേയിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടർ. അപ്പോൾ അവർക്കാണ് ഈ ദൂത് കിട്ടിയത്, രക്ഷകൻ പിറന്നിരിക്കുന്നു. അപ്പോഴേ അവർ ആടിനെ ഇട്ട് അവരുടെ ഉള്ളുണി അവർ കടന്ന പായുമെല്ലാം ഇട്ട് ഒറ്റ ഓട്ടമാണ് കണ്ടേക്കാൻ പോകാം. അവർക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആ മാളികയിലും പ്രതാപത്തിലും പണത്തിലും കൊഴുപ്പിലും സ്വർണത്തിലും ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റൂല. കാരണം എളിമയിലൂടെ ലളിത ജീവിതം ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സ്വരം കേട്ട് തിരിച്ചറിയാൻ പറ്റൂ. ആ ആട്ടിടയന്മാർ ഒത്തിരി വാക്കുകൾ കേട്ട് കാണും ചുറ്റുപാടുകളിൽ. എന്നാൽ കർത്താവ് ദൂതനിലൂടെ സംസാരിച്ചപ്പോൾ അത് വിവേചിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വചനമാണ്. പോകാം, പോയി കാണാം. അവരെ പോയി കണ്ടു. നമ്മൾ വായിക്കുന്നത് എന്താണ്? ഔസേപ്പിനെയും മറിയത്തെയും യേശുവിനെയും കണ്ട് കുമ്പിട്ടാരാധിച്ചു. ഹല്ലേലൂയ. അടുത്ത വചനം പറയുന്നത് അവർ കണ്ടതും കേട്ടതും പോയി പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. കണ്ടതുകൊണ്ട് അതെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവർ കണ്ട ദൈവപുത്രനാണെന്ന് അവർക്ക് ബോധ്യമായി. അത് പറയണം. അപ്പോൾ സുവിശേഷീകരണം, എവാഞ്ചലൈസേഷൻ ആരംഭിച്ചത് ഉത്ഥാനത്തിന് ശേഷം ഈശോ പോയി പ്രസംഗിക്കുമെന്ന് പറഞ്ഞപ്പോഴല്ല, യേശു പിറന്നപ്പോഴേ തുടങ്ങി സുവിശേഷീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആട്ടിടയന്മാർ പോയി അങ്ങ് പറയാൻ തുടങ്ങി, ഇതാ പുൽത്തൊട്ടി കിടക്കുന്നു രാജാതിരാജൻ, ദൈവം, അവനിലൂടെയാണ് രക്ഷ, അവനാണ് ഏകരക്ഷകൻ, അവനെ കണ്ട രക്ഷയാണ്. ഇത് അവർക്കറിയാവുന്ന ഭാഷയിൽ, നമ്മളെപ്പോലുള്ള പാണ്ഡിത്യമൊന്നും ഇല്ലാത്തവർ പോയി പറഞ്ഞു. അങ്ങനെ ആളുകൾ യേശുവിൻ്റെ അടുക്കേക്ക് വരാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ കാണുന്ന ചരിത്രം മുഴുവൻ ആളുകൾ യേശുവിനെ കണ്ടുമുട്ടുന്ന ചരിത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈ ദ വേ, നിങ്ങൾക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? ക്ലിയറാണോ? കുഴപ്പമുണ്ടോ? അക്കോസ്റ്റിക്സ് സൗണ്ട് ശരിയാണോ? ഇന്നലെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഓക്കെ. അപ്പോൾ ഞാൻ പറയുകയാണ്, പിന്നെ ഓരോരുത്തരും നമുക്ക് പ്രത്യേകിച്ചൊരു വ്യക്തിയെ കാണാൻ പറ്റും. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ സമറിയക്കാരി സ്ത്രീ. നമുക്കറിയാം, യേശു ശിഷ്യന്മാരിങ്ങനെ വചനവും പ്രഘോഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോഴാണ് അപ്പസ്തോലന്മാരെല്ലാവരും കൂടി 12 പേരും കൂടെ വിശക്കാൻ തുടങ്ങി. കർത്താവ് വിശപ്പൊന്നും ഇല്ലായിരുന്നു. പുള്ളിയുടെ ആഹാരം എന്തായിരുന്നു? വചന ശുശ്രൂഷ. ഇവരത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ വിശന്നു. എന്നാൽ ചായക്കടയിൽ പോയി ഇച്ചിരി വടയോ ബോഡിയോ ഇച്ചിരി കാപ്പിയോ ചായയോ മേടിക്കാം ഈശോയോട് പറഞ്ഞേച്ച് അവർ പോയി. എന്നാൽ യേശു അത് ദാഹിച്ചില്ല. ദാഹിച്ചു. ആർക്കു വേണ്ടി? അത് കുരിശു വരെ ദാഹിച്ചു, മനുഷ്യനു വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ അധ്യായം 19-28 കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം തുടങ്ങിയത് പുൽക്കൂട്ടിലാണ്. ആ ദാഹവുമായിട്ടാണ് ഓടി നടക്കുക. അത് ആരെല്ലാമാണോ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ അവരെ കണ്ടുമുട്ടാൻ. അപ്പോൾ അവൻ കണ്ടു ഒരു കിണർ, യാക്കോബിൻ്റെ കിണർ. നിശ്ചയമായിട്ടും വെള്ളം കോരാൻ ഇവിടെ വരും. ഇവിടെയാണ് നമ്മൾ കാണുന്നത്, ഏതവസരം കിട്ടിയാലും നമ്മൾ വചനം പ്രഘോഷിക്കണം. ഹല്ലേലൂയ. വചനം പ്രഘോഷിക്കാൻ എന്നെ പറഞ്ഞു വിടട്ടെ, അവസരമുണ്ടാകട്ടെ, കൺവെൻഷൻ ഉണ്ടാകട്ടെ എന്നൊക്കെ നമ്മളാണ് ഓപ്പർച്യൂണിറ്റി, പ്രസംഗിക്കാനുള്ള അവസരം കണ്ടുമുട്ടേണ്ടത്. ഏതവസരവും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നതായി തീർക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ പോകാൻ ഇടയായത്, ഞാൻ ഒരിക്കൽ മലയാളികൾക്ക് വേണ്ടി ധ്യാനം കൊടുക്കാൻ ദുബായിക്ക് പോകുന്നു.
എൻ്റെ എയ്റോപ്ലെയിനിൽ ഒരു മുസ്ലിമായിരുന്നു എൻ്റെ വലത്ത് വശത്തിരുന്നത്. അയാളോട് ഞാൻ വചനം പറയാൻ തുടങ്ങി. അതേ തുടർന്നാണ് പ്രിയമുള്ളവരെ ഞാൻ 18 വർഷക്കാലം 3 മാസം വെച്ച് എല്ലാ കൊല്ലവും മുസ്ലിങ്ങളുടെ പോയി വചനം പ്രഘോഷിക്കാനിടയായത്. ഹല്ലേലൂയ. എയ്റോപ്ലെയിനിലായാലും ബസ്സിലായാലും ഹോട്ടലിൽ കിടക്കാൻ പോവായാലും ഞാൻ യേശുവിനെ പറ്റി പറയും. അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും ഞാൻ പറയും. വചനം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്, എൻ്റെ വഴിയല്ല. ഹല്ലേലൂയ. ഞാൻ പ്രഘോഷിക്കും. അതൊരു വിത്താണ്. അത് വഴി വീണേക്കാം, മുള്ളുകൾക്കിടയിൽ വീണേക്കാം, പാറപ്പുറത്ത് വീണേക്കാം, ഒരു പക്ഷേ നല്ല നിലത്തും വീണേക്കാം. പക്ഷേ അത് വളരാനും പുഷ്പിക്കാനും ഫലം പുറപ്പെടുവിക്കാനും സഹായിക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പണി വിതയ്ക്കുക പോവുക. അതുകൊണ്ട് എവിടെയും ഞാൻ പറയും യേശുവിനെ പറ്റി. ഏത് ജാതിയെന്നോ മരമെന്നോ ഞാൻ നോക്കില്ല. യേശു ക്രിസ്തു രക്ഷകനാണ്. യേശുവിലേ രക്ഷയുള്ളൂ. ഇതേതെങ്കിലും തരത്തിൽ ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, അതുതന്നെയാണ് ഈശോയും ചെയ്തത്. അത് കിണറ്റുകരെ കാത്തിരിക്കുക. ഉച്ചയായ സമയം ആരെങ്കിലുമൊക്കെ വെള്ളം കോരാൻ വരും. അവരോടും പറയണം വചനം. ഇതാ വരുന്നു ഒരു പാപിനിയായ ഒരു സ്ത്രീ. അത് നമുക്കറിയാം. 5 ഭർത്താക്കന്മാരെയും ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനോടുകൂടി ജീവിക്കുന്നവളാണ്. അവൾ ഓടി വരുന്നു വെള്ളം കോരാൻ. അപ്പോൾ കർത്താവ് ദൂരേനെ തീരുമാനിച്ചു ഇവളോട് വചനം പറയണം. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന പാപികളെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ വിജാതിനെന്ന് പറഞ്ഞുകൊണ്ട്, പാവപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്തിയില്ല കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ വചനം പ്രഘോഷിക്കുന്നത് മുന്തിയ ജാക്കോബയക്കാരോടും കത്തോലിക്കരോടുമാണ്. ഹല്ലേലൂയ. പാപികളോടല്ല. എന്നാൽ യേശു എത്ര പാപികളാണ് യേശുവിൻ്റെ അടുക്ക വന്നത്. അവരോട് എത്ര സ്നേഹമായി പെരുമാറി. ചീത്തപ്പേരും കേട്ടു, പാപികളുടെ കൂട്ടുകാരനെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അവിടെ വെച്ച് നമ്മൾ കാണുകയാണ്. അതെ, ഞാനത് ചുരുക്കി പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. അതെ, ഈ വെള്ളം കുടിച്ചാൽ മോളെ പിന്നെയും ദാഹിക്കും എന്ന് യേശു പച്ചക്കെ പറഞ്ഞു. നോക്കൂ, വചനപ്രഘോഷം എന്ത് സിമ്പിളാണ്. പോളെ നീ ഇപ്പം വെള്ളം കോരാൻ വന്ന് ഈ നട്ടുച്ചയ്ക്ക് ഈ വെള്ളം തിരുമ്പോൾ വീണ്ടും കുടിക്കാൻ പറഞ്ഞു. എന്നാൽ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ പെണ്ണോർത്ത് കഴിയുമ്പോൾ ഒറ്റക്കുടി കുടിക്കാം, പിന്നെ വെള്ളം കോരാൻ ഈ വെയിലത്ത് പാളയായിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പമായാലും ഒരു കുടി കുടിച്ചാൽ. ആ നിമിഷം വരെ ആ പെണ്ണ് ഭൗമികമായൊരു തലത്തിൽ ആയിരുന്നു. യേശുവിനെ കണ്ടതും യേശു പറഞ്ഞ വചനം അത് എടുത്തതും വെള്ളം കുടിക്കുക. അപ്പോൾ ഒടുക്കത്തെ ഒരു കുടി കുടിച്ചാൽ പിന്നെ കുടിക്കണ്ട. ഹല്ലേലൂയ. ആ തീരുമാനമുള്ളെടുത്തു, ഏതായാലും കുടിക്കണം. അപ്പം എന്താ പറഞ്ഞത്? സർ, യജമാനെ ആ വെള്ളം തന്നാലും ഇനി ഈ പാളയാട്ട് ഈ വെയിലത്ത് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇവൾ ഒരു സമരയക്കാരി ആയതുകൊണ്ട്, നിങ്ങൾക്കറിയാം സമരയക്കാരും ജൂതന്മാരെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻകാരും ഇന്ത്യക്കാരെന്ന് പറഞ്ഞ പോലെ ജന്മശത്രുക്കളാണ്. ഹല്ലേലൂയ. അതായത് സമരയക്കാരുടെ പറമ്പിലൂടെ ജൂതൻ പോവുകയില്ല, ജൂതൻ്റെ പറമ്പിലൂടെ അതെ ഒരു സമരയക്കാരനും പോവില്ല. അത്ര ചരിത്രപരമായ വൈരാഗ്യം. അതൊന്നും പറയാൻ സമയം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അതെ അവളോടാണ് കർത്താവ് അതിർത്തി വരമ്പുകൾ തകർത്തുകൊണ്ട് സംസാരിക്കുന്നത്. അതെ, അവൾക്ക് തന്നെ അത്ഭുതമായി പോയി കാണും. ഇനിയും അതെ വെള്ളം തരാനായിട്ട് ചോദിച്ചപ്പോൾ ചോദിച്ച അങ്ങനെയാണല്ലോ, യഹൂദനായ താങ്കൾ സമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? അങ്ങനെ ഒരു കേൾവി പോലുമില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ട. വചനം പ്രഘോഷിക്കണമെങ്കിൽ പിതാവ് പറഞ്ഞതുപോലെ, സക്കറിയാസ് പിതാവ് പറഞ്ഞതുപോലെ എല്ലാ അതിർത്തി വരമ്പുകളും തകർക്കണം. ഞാൻ കത്തോലിക്കൻ, ഞാൻ മർത്തോമ, ഞാൻ പെന്തക്കോസ്ത, ഞാൻ ഹിന്ദു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിവരിച്ച് നമ്മൾ വേലി കെട്ടിയാൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ പറ്റൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചില പുളിക്ക് വെച്ച വിഷമമുണ്ട്. സമൂഹം വെറുത്തേക്കാം, സമൂഹം പറഞ്ഞേക്കാം നീ കുരുത്തക്കെട്ടവനാണ്. നമുക്കറിയാതെ അപ്പസ്തലന്മാരെ പറ്റി പറഞ്ഞ എന്താണ്? ലോകത്തെ തലകീഴും ഇളക്കുന്നവർ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലോകത്തിന് വിപ്ലവം ഉണ്ടാക്കുന്നവർ. നിശ്ചയമായിട്ടും വചനപ്രഘോഷം ഒരു വിപ്ലവമാണ്. നിശ്ചയമായിട്ടും സക്കറിയാസ് അച്ഛൻ കാരിഷ് ഭവനിൽ വന്ന് അതെ ഒരു വിപ്ലവമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് യാക്കോബ സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ ഉള്ളൊരു സംഗതി അല്ല. ആണോ? അല്ല. അവിടെ ആരും കൈപൊക്കി കൈയടിച്ച് സ്തോത്രം പറയില്ല. അവിടെ ആരും ഹല്ലേലൂയ വെക്കില്ല, ഇതുപോലെ പാട്ട് പാടില്ല, അത് ഇതുപോലെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല. എന്നാൽ ഒരു നവീകരണം അദ്ദേഹം കൊണ്ടുവന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണുന്ന എന്താണ്? അതിർത്തി വരമ്പുകൾ വകവയ്ക്കാതെ
കർത്താവ് പ്രസംഗിച്ചു. അതിനുശേഷം അവൾ പറഞ്ഞു, സാറേ ആ വെള്ളം തരണം, ഇനി ഞാൻ കുടിക്കാൻ വരണ്ടല്ലോ. അപ്പോൾ മനസ്സിലായി സത്യം വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുന്നു. മോളെ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരൂ. കല്യാണം കഴിച്ചാണ് കണിശമായിട്ട് യഥാർത്ഥ സാക്ഷി ഭർത്താവാണ്. ഹല്ലേലൂയ. ഭർത്താവ് അറിയാത്ത നേരത്തെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ വേറെ കോപ്രാഞ്ചം ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെങ്കിലും പറയും ഒരു പക്ഷേ യേശു അവളെ പ്രേമിച്ചെന്നോ അവളെ ബലാത്സംഗം ചെയ്യുന്നൊക്കെ പറയാനും ചാൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലനുസരിച്ച്. അതുകൊണ്ട് നല്ല സാക്ഷി ഭർത്താവാണ്. അതുകൊണ്ട് പറഞ്ഞു, മോളെ നിൻ്റെ കെട്ടിയവനെ വിളിച്ചുകൊണ്ട് വാ. അപ്പോൾ പറഞ്ഞത് പച്ചക്കള്ളം. നമ്മുടെ പച്ച മലയാളികൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം പറയുന്ന നുണയെ പറയും, പിന്നേ പറയുള്ളൂ സത്യം. ഹല്ലേലൂയ. അതെ, അവളും ആ നുണയാ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ല. അപ്പോൾ പറഞ്ഞു, നോക്കണേ എടീ കള്ളി, നീ കള്ളവല്ലേ പറഞ്ഞെന്നല്ല കർത്താവ് പറഞ്ഞത്. അങ്ങനെ വേണേ ഞാനാണേ അങ്ങനെ പറയൂ, എടീ കള്ളി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഒരുത്തനോട് കിടന്നച്ചല്ലേ നീ ഇപ്പോൾ പറയുന്നത്? അതെ, നിനക്ക് ഭർത്താവില്ലെന്ന് തേവിടിച്ച് എന്ന് ഞാൻ വിളിച്ചേനെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്ത് സൗമ്യമായ ഭാഷയിലാണ് പറഞ്ഞ, മോളെ ശരിയാ മോളെ മോള് പറഞ്ഞത്, മോക്ക് ഭർത്താവ് ഇല്ല, ഇപ്പോൾ കൂടെയുള്ളത് മോടെ ഭർത്താവല്ല. ഹല്ലേലൂയ. എന്ത് പച്ചക്കെ പറയുന്നു. അപ്പോഴേ അവിടെ ഹൃദയം ആ വചനത്താൽ പിളർക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം കോടാലിയാണ്, ഇരുതല മൂർച്ച ഉള്ള ഒന്നാന്തരം കത്തി, മലപ്പുറം കത്തിയാണ്. നമ്മൾ വായിക്കുന്നു ഹെബ്രായർ അധ്യായം 4:12, ഇരുതലവാൾ പോലെ തറയ്ക്കുന്നതാണ് കർത്താവിൻ്റെ വചനം. അത് കേട്ടപ്പോഴേ മനസ്സിലായി, ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു ദൈവപുത്രനോ പ്രവാചകനോ ആണ്, എൻ്റെ ഹൃദയം കണ്ടവനാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം, യേശു നമ്മുടെ ബാഹ്യമായതല്ല കാണുന്നത്, പുറമേ ഉള്ളതല്ല കാണുന്നത്, ആന്തരികമായിട്ടാണ്. നമ്മളൊരു പക്ഷേ നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് നല്ല കോസ്മെറ്റിക്കൊക്കെ അടിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് പള്ളി വരുന്നവർക്കും യേശു നോക്കുന്ന ഈ ഡ്രസ്സാണ്. നല്ല കവണിയൊക്കെ പൊതിഞ്ഞ് അതെ സ്വർണ്ണമാലയൊക്കെ തൂക്കി വരുമ്പം കർത്താവ് നോക്കില്ല, കർത്താവ് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് പ്രഭാഷകൻ പുസ്തകം അധ്യായം 23:19. പ്രഭാഷകൻ 23:19. അവൻ്റെ കണ്ണുകൾക്ക് സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രഭയുണ്ട്. ഹല്ലേലൂയ. ലോകം കണ്ടുപിടിച്ചുള്ള ഏത് സ്കാൻ, ഏത് എക്സ്റേ, ഏത് മെഷീനേക്കാളും വലിയ മെഷീനാണ് കർത്താവിൻ്റെ കണ്ണുകൾ. അതുകൊണ്ട് ഈ സാരിക്കടയിൽ കൂടെ, ഈ പട്ടുസാരിക്കടയിൽ കൂടെ, ഈ കവണിക്കടയിൽ കൂടെ, ഈ കോസ്മെറ്റിക്കും ഈ മണത്തിനും എതിരുടെ കർത്താവ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. നീ പള്ളിയിൽ വരുമ്പോൾ, നീ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുമ്പോൾ, നീ കൺവെൻഷനിൽ വരുമ്പോൾ അത് ഒളിഞ്ഞു നോക്കുക ഹൃദയത്തിൽ നീ ആരാണ് എന്ന്. അതുകൊണ്ടാണ് അതിനുശേഷം നമുക്കറിയാം എന്തെന്ന്. അവളോടാണ് കർത്താവ് പറഞ്ഞത് ആദ്യമായി രക്ഷകനാണ് എന്ന്. കാരണം അവൾ പറഞ്ഞു, ഈ മലയിലോ ആ മലയിലോ കർത്താവിനെ ആരാധിക്കാൻ സമയം വരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ സമയം വന്നു കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. ഈ പാപിനിയോടാണ് കർത്താവ് താനാണ് ഏകരക്ഷകൻ, ലോകരക്ഷകൻ എന്ന് വെളിപ്പെടുത്തിയത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അച്ഛന്മാരോടല്ല, മെത്രാന്മാരോടല്ല, പ്രധാന പുരോഹിതന്മാരോടല്ല, ഫരിസ്യരോടല്ല, സമൂഹത്തിലെ വലിയ ആളുകളോടല്ല പറഞ്ഞത്, പാവപ്പെട്ട ഈ പാപിനിയോട് ഞാനാണ് രക്ഷകൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, അത് യേശുവിനെ കണ്ടുമുട്ടുക. ഒരു പക്ഷേ നമ്മുടെ അഭ്യസ്തവിദ്യരായ പണക്കാരായ വലിയ ആളുകൾ കാണും. എന്നാൽ യേശു തന്നെ വെളിപ്പെടുത്തുന്നത്, തന്നെ കാണാൻ അനുവദിക്കുന്ന ഒരു പക്ഷേ ഒരു പാപിനിക്കായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നിർധനനായി വഴിവെക്കി കിടക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, കഞ്ഞിക്ക് മാർഗമില്ലാത്ത ഒരു പാവപ്പെട്ടവനായിരിക്കാം. ഒരു മിനിറ്റ് കണ്ണടച്ച് നമ്മൾ നിർത്തിവെച്ച ആ ഭാഗം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. കിണറ്റുകരയിൽ കർത്താവ് സമറിയക്കാരിസിയോട് സംസാരിക്കുന്നത്, അവൾ യേശുവിനെ കണ്ടുമുട്ടുന്നത്, യേശു ആരെന്ന് വെളിപ്പെടുത്തിയത് രക്ഷകൻ താനാണ് എന്ന് അപാപിനിയായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിഴച്ചു നടന്ന, ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച, നമ്മളൊക്കെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തി, അവക്കാണ് വെളിപ്പെടുത്തി പറഞ്ഞത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന്. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാനായിട്ട്
അഥവാ മേടിക്കാനായിട്ട് ചായക്കടയിലേക്ക് പോയ അപ്പസ്തോലന്മാർ തിരിച്ചു വരുന്നു. കണ്ണ് തുറക്കാം. തിരിച്ചു വരുമ്പോൾ കാണുന്ന എന്താണ്? ഒരു പാപിനിയായ പെണ്ണിനോട് രക്ഷകനായ കർത്താവ് അവർ ബഹുമാനിച്ച് ദൈവപുത്രനായി കാണുന്നവൻ സംസാരിക്കുന്നു. ഉറപ്പായിപ്പോയി. ഹല്ലേലൂയ. അവർക്ക് കണിശമാറ്റും ഉറപ്പായി. മാത്രമല്ല, ഈശോയെ എന്തെങ്കിലും തിന്നെന്നും പറഞ്ഞൊരു വടയോ ബോളിയോ കൊടുത്തു. അതും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണെന്തോ കൊണ്ട് കൊടുത്തു കാണുമെന്ന് ഓർത്ത് കാണും. രഹസ്യമായൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മലയാളികൾ ആരാരും ചിന്തിക്കും. സത്യമല്ലേ? ഇനിയും അപ്പോൾ കർത്താവ് വ്യക്തമായി പറഞ്ഞ ഒരു ഭാഗം ഓർക്കണമേ. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ ഭക്ഷണം നമ്മൾ കണ്ടുമുട്ടണം. കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഒരു ഭാര്യ, അപ്പം പിതാവ് തന്ന ഉപദേശം കുടുംബത്തെ പറ്റിയായിരുന്നു. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുഴുവനായി നൽകി ജീവിക്കുന്നതാണ് അവൻ്റെ ഭക്ഷണം. നേരെ തിരിച്ചും ഭാര്യ ഭർത്താവിനായിട്ട് മുഴുവൻ സമർപ്പിച്ച് മുഴുവനായിട്ട് കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതാണ് അവളുടെ ഭക്ഷണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. യേശു കർത്താവ് വന്നത് വചനം കൊടുത്ത് ആളുകളെ രക്ഷിക്കുവാൻ. അറും പാപിയായ ഈ സ്ത്രീയെ രക്ഷിച്ചപ്പോൾ ഈശോയുടെ വയറ് നിറഞ്ഞു. ഹല്ലേലൂയ, വയറ് നിറഞ്ഞു. അത് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കത്തില്ല. കാരണം എന്ത്? അവരുടെ ആത്മീയ ഹൃദയം തുറന്നിട്ടില്ല. ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടതൊരു പാപിനിയായ സ്ത്രീയെ. എന്നാൽ അവിടെ രക്ഷ കൊടുത്തത് കാണാൻ പറ്റിയില്ല. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീയമായിട്ടൊരു വിവേചനമുണ്ടെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാർ അത്രയും വളർന്നിട്ടില്ലായിരുന്നു മനസ്സിലാക്കുവാൻ. ഇനി അതിനുശേഷം നമുക്കറിയാം, യേശു അവിടെ ചെന്ന് സമറിയായിൽ താമസിച്ചു. 2 ദിവസം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞുള്ള രസം എന്താണെന്ന് അറിയാമോ? അതെ, അവിടെ ചെന്ന് ഈ പെണ്ണ് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ചെയ്തികളെല്ലാം എന്നോട് പറഞ്ഞ ഒരു പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടിയെന്നാണ് പോയി പറഞ്ഞോ. ദൈവത്തിനെ കണ്ടുമുട്ടിയെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആളുകളെല്ലാവരും യേശുവിൻ്റെ ചുറ്റും കൂടി. ഇനിയും അവർ പറഞ്ഞ് രസകരമായ ഒരു വചനം, അധ്യായം 4:42. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുകൊണ്ടല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും കാണുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യേശു ക്രിസ്തു ലോകരക്ഷകനാണെന്നിപ്പോൾ ഈ മെത്രാന്മാരെല്ലാം കൂടെ പറയുന്നു, മാർപ്പാപ്പ പറയുന്നു, പാത്രിയാർക്കീസ് പറയുന്നു, അല്ല മഞ്ഞാക്രിച്ചും പറഞ്ഞു. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് അവൻ രക്ഷകനായിത്തീരില്ല. നിങ്ങൾ വ്യക്തിപരമായിട്ട് അവനെ കണ്ടുമുട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരിട്ട് അവനെ ശ്രവിക്കണം, അവനെ കണ്ടുമുട്ടണം. എന്നാലേ നിങ്ങൾക്ക് പ്രഘോഷകരായിത്തീരാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വളരെ മനോഹരമായിട്ട് യോഹന്നാൻ എഴുതിയ ലേഖനം, എഴുത്തിൻ്റെ കത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ട് ആണ് യോഹന്നാൻ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. അതായത് എപ്രകാരം ആണ് അത് വചനം പ്രഘോഷിക്കുവാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ കാര്യമാണ് മക്കളെ, വലിയ കാര്യമാണ്. ഇനിയും എന്തിനാണ് പറഞ്ഞു വിളിച്ചത്? ഞങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്കുമുണ്ടാകാൻ. അപ്പോസ്തലന്മാർക്ക് കിട്ടിയ കൂട്ടായ്മ എന്താണ്? ത്രിത്വത്തോടു കൂടിയുള്ള കൂട്ടായ്മ, പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മ, സ്വർഗീയ കൂട്ടായ്മ. ഇത് മനുഷ്യ കണ്ണുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഗ്രഹിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാവണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന ഉൾബോധ്യം, ഉള്ളിലെ ബോധ്യം എപ്പോഴും ഓർക്കണം. ഞാൻ എവിടെ പോയാലും
ചായക്കടയിൽ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും റോഡിൽ കൂടെ പോയാലും ഹോളിഡേയ്സിന് പോയാലും വിദേശത്ത് പോയാലും ഞാൻ എൻ്റെ പിതാവിൻ്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബം സ്വർഗത്തിലാണ്. നമ്മൾ ഫിലിപ്പിയർ അധ്യായം 3:20 വായിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്. സ്വർഗത്തിലാണ് നമ്മുടെ കുടുംബം. കോട്ടയത്തല്ല കേട്ടോ, കേരളത്തിലല്ല കേട്ടോ, ഇന്ത്യയിലല്ല നമ്മുടെ പൗരത്വം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആരോടുകൂടെ? ഈ ത്രിത്വത്തോടുകൂടെയും വിശുദ്ധരോടുകൂടെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വചനം പറയുന്നത്. എന്നിട്ട് പറയാണ്, പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ ജീവനാന്തം ഈ ലോകത്തിൽ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും. ഞാനൊരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കാം. 2000 ഞാൻ ബോംബെയിൽ നിന്ന് സൗദി അറേബ്യയ്ക്ക് പോവുകയാണ്. ഒരു വിഷയം നിങ്ങൾ എൻ്റെ ചില പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. അത് ബഹുമാനപ്പെട്ട ദാനിയേൽ അച്ഛനൊക്കെ പലപ്പോഴും ഇത് പറയാറുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിൽ ഞാൻ നേരിട്ട് പറയുന്നു ആ അനുഭവം. ഞാൻ 1998 മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള വചനപ്രഘോഷണ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ യൂറോപ്പിലാണ്. യൂറോപ്പിൽ ഞാൻ നേരിട്ട് പോവില്ല അവിടെ. കാരണം യൂറോപ്യൻസ് വരുന്നു എന്നറിഞ്ഞാൽ അവരെയൊക്കെ സംശയിക്കും. കേരളത്തിൽ നിന്ന് പോകാൻ കാരണം ഇന്ത്യയിൽ നിന്ന് ആളുകൾ അവിടെ പോകുന്നുണ്ട്. നമുക്കറിയാം, ഗൾഫെല്ലാം ബിൽഡപ്പ് ചെയ്ത് എല്ലാം പണിതുയർത്തിയത് മലയാളികളും പാകിസ്ഥാൻകാരുമാണ്. അപ്പോൾ നമുക്കവിടെ ഒരു വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ പോയാലും ഇന്ത്യയിലെ ഒരു എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബോംബെയിൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് ഞാൻ പോകാമെന്നറിയുമ്പോൾ എൻ്റെ അധികാരികളൊക്കെ വിറയലോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. എൻ്റെ പ്രൊവിൻഷ്യൽ അച്ഛൻ എന്ന് പറയുമ്പോൾ വെച്ചാൽ അച്ഛൻ പോകുമ്പോൾ ഞാൻ എല്ലാ അച്ഛന്മാരോടും പറയും, മഞ്ഞാക്കരച്ചുണ്ടി പ്രാർത്ഥിക്കൂ ജീവനോട് തിരിച്ചു വരാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഞാനങ്ങനെ എയർപോർട്ടിൽ എൻ്റെ പാസ്പോർട്ടുമായിട്ട് ക്യൂ നിൽക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പാസ്പോർട്ട് കാണിക്കണമല്ലോ, ഇമിഗ്രേഷൻ എന്ന് പറയും. എൻ്റെ തൊട്ടു മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ആ ക്യാമറക്കാരൻ്റെ പിള്ളേരുണ്ട്, അതുപോലെ ഒരു ചെറുക്കൻ, ഒരു 20-22 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ പോലീസുമായിട്ട് തർക്കിക്കുന്നു. ഞാൻ നോക്കിയപ്പം തൊടി വെളുത്ത, അപ്പം സായിപ്പാ. ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഇന്ത്യൻ ഡ്രസ്സാണ്. അത് ഒരു കാവി കൈലി, എന്നിട്ട് കാവി വസ്ത്രം ഇട്ടിരിക്കുന്നു. തല പകുതി വടിച്ചിട്ടുണ്ട്, പകുതി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക തലമുടി. പണ്ടൊക്കെ ഹിപ്പികൾ അങ്ങനെ നടക്കുമായിരുന്നു. മേത്തെല്ലാം ടാറ്റു അത് വരച്ചിട്ടുണ്ട്. പാമ്പുണ്ട്, പഴുതാരയൊക്കെ ശരീരത്തുണ്ട്, പിന്നെ പൊട്ടു തൊട്ടിട്ടുണ്ട്, ഏതാണ്ടൊക്കെ ചുമന്നതും വെളുത്തുമൊക്കെ ഉണ്ട്. ഇവൻ പോലീസോട് സംസാരിക്കുന്നത് ഞാൻ പതുക്കെ ശ്രദ്ധിച്ചു. നിങ്ങൾ ഓർക്കണം, ഞാൻ ഏറെ പ്രാർത്ഥിച്ചാണ് പോകുന്നത്, പേടിച്ചാണ് പോകുന്നത് അറിയാവൂ. അപ്പം പാസ്പോർട്ടും കൈപ്പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് ഈ ബഹളം. അവൻ ചോദിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചെന്നറിയാമോ? വൈ ഡോണ്ട് യു അലൗ മീ ടു ഗോ വിത്ത് മൈ ഗോഡ്സ്? എൻ്റെ ദൈവവുമായിട്ട് വിമാനത്തിൽ പോകാൻ താൻ എന്നെ അനുവദിക്കാത്തത് പോലീസിനോട് ചോദിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, അതെന്താ കളി? എന്നിട്ട് അവൻ ചോദിക്കുക, നീ ഇന്ത്യൻ പോലീസാണ്, നിനക്ക് വിശ്വാസമില്ല ദൈവത്തിൽ? എനിക്കുണ്ട്, നോക്കൂ എൻ്റെ ദൈവത്തെ. ഏതാണെന്നറിയാമോ? ഒരു പാമ്പുണ്ട്, ഒരു പച്ചല പാമ്പത്തെ കഴുത്ത്, കയ്യിൽ ഒരു ചുണ്ടെലി. ഇതാണ് അവൻ്റെ ദൈവം. അവൻ ഇതുമായിട്ട് ഫ്ലൈറ്റിൽ പോകണം. നമുക്കറിയാം പോലീസ് സമ്മതിക്കുമോ? ദൂരക്കള, ത്രോയവേ ഭയങ്കരമായിട്ട് പോലീസ് ഷൗട്ട് ചെയ്യുന്നു. ഇവനെവിടെ കേൾക്കാൻ പറയാ, എൻ്റെ ദൈവത്തിന് പോകാൻ ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പിറകിൽ നിൽക്കുന്നു. ആളുകളെല്ലാം പറഞ്ഞ് അവന് വട്ട, അവനെ വലിച്ച് ദൂരക്കള, യൂറോപ്പിന് അവനെ വട്ടനാന്നൊക്കെ പറഞ്ഞ് അവനെപ്പറ്റി പറയുന്നു. അപ്പം ഞാൻ പിന്നിൽ നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു വൈദികന്, ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ ഒരു കാര്യമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക. അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോത്തിനോട് കിന്നരം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒരു സത്യം പറയട്ടെ, ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പ്രാർത്ഥിച്ചത് ഭാഷാവരത്തിലാണ്. സ്വരത്തിൽ പ്രാർത്ഥിച്ചില്ല. സ്വരത്തിൽ അതാന്ന് പറഞ്ഞാൽ എനിക്ക് വട്ടാന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് മെൻ്റൽ ആശുപത്രിയിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഹൃദയത്തിൽ യേശുവേ പരിശുദ്ധ ഹൃദയത്തിൽ ഞാൻ സ്വരം അടക്കി ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു. ഒരു കാര്യം മക്കളെ ഞാൻ പറയാം, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നേരിട്ട് ആത്മാവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മളല്ല. അപ്പോഴാണ് സ്വർഗം തുറക്കുന്നത്, അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. പെട്ടെന്ന്
ആത്മാവ് ഇവൻ ആരാണെന്ന് എനിക്ക് വ്യക്തമാക്കി തന്നു. ഞാൻ ഉടൻ തന്നെ എൻ്റെ കൈ അവൻ്റെ തോളിൽ വെച്ച് പറഞ്ഞു, മോനെ, നീ ജർമ്മൻകാരനായ ഒരു കത്തോലിക്കനല്ലേ, നിൻ്റെ പേര് ജോസഫ് എന്നല്ലേ എന്ന്. നിങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയും അവൻ്റെ അപ്പോഴത്തെ വികാരമെന്തെന്ന്. പെട്ടെന്ന് എന്നെ നോക്കി. ഹൂ ടോൾഡ് യു ഐ എം ജോസഫ്? ഹൂ ടോൾഡ് യു ഐ എം എ ജർമ്മൻ കാത്തലിക്? നിന്നോട് ആര് പറഞ്ഞു ഞാനൊരു ജോസഫാണെന്നും ജർമ്മൻകാരൻ കത്തോലിക്കനാണെന്നും നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമാണ് പറഞ്ഞത്. ഹൂ ഇസ് യുവർ ഗോഡ്? നിൻ്റെ ദൈവം ആരാണ്? അപ്പോൾ സൗദി അറേബ്യയ്ക്ക് പോകുമ്പോൾ ഇതുപോലൊരു കുരിശും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയ കുരിശൻ്റെ ബെൽറ്റിൻ്റെ അടി വെക്കുമായിരുന്നു എപ്പോൾ പോയത്. ഇപ്പോൾ അതും പറ്റില്ല, ബെൽറ്റ് അടിച്ചു കൊടുക്കണം ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അന്ന് ഒരു ചെറിയ കുരിശ് രൂപം അത് എൻ്റെ ബെൽറ്റിൻ്റെ അടിയിലുണ്ട്. ഞാനത് കൈ കൊണ്ടെടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാണ് നിൻ്റെ ദൈവവും എൻ്റെ ദൈവവും. നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമുക്ക് വേണ്ടി ചങ്കു പൊട്ടിയ ദൈവം, നമുക്ക് വേണ്ടി അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തിത് നീ ആ രക്ഷകൻ്റെ മകനാണ് എന്ന് പറഞ്ഞു. മോനെ, അതുകൊണ്ട് നീ ഈ പാമ്പിനെയും ചുണ്ടലിയെയും കളഞ്ഞിട്ട് ഈ പ്രശ്നം തീർക്കൂ. അപ്പോൾ അവൻ എന്നോട് ചോദ്യം ചോദിച്ചു. അച്ഛൻ 3 തവണ എന്നെ വിളിച്ചത് മോനേന്നാണ്, മൈ സൺ. അച്ഛൻ അത് വിളിക്കാൻ കാര്യം എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ജർമ്മനിയിൽ എവിടെയോ വെച്ച് സ്നാനം സ്വീകരിച്ചു, മാമോദീസ ജ്ഞാനസ്നാനം. അവിടെ വെച്ച് നീ ദൈവത്തിൻ്റെ മകനായി. അതിന് കാരണമായത് ഒരു അച്ഛനാണ്, ഒരു പുരോഹിതൻ. അതുകൊണ്ടാണ് അച്ഛന്മാർ നമ്മൾ ഫാദർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോലെ ഒരച്ഛൻ നിനക്ക് സ്നാനം തന്നു, നീ ദൈവത്തിൻ്റെ മകനായി. അതുകൊണ്ട് ആ അച്ഛൻ്റെ പേരിലാണ് ഞാൻ നിന്നെ മോനെ എന്ന് വിളിച്ചത്. കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഒന്നുകൂടെ വിളിക്കാവോ എന്നെ? ഞാൻ പെട്ടെന്ന് മൈ സൺ എന്ന് പറഞ്ഞ് അവന് ഒരു ചുംബനം കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് നിൻ്റെ ദൈവം. ഫ്ലൈറ്റിൽ വെച്ച്, അച്ഛാ ആ ദൈവത്തെപ്പറ്റി എന്നോട് പറയാമോ? ഞാൻ പറയാം. ആ പാമ്പിനെ ഒന്ന് കള, ആ ചുണ്ടലിയും എറിയൂ. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ എന്നെ അനുസരിച്ച് രണ്ടിനെയും കൂടെ ചവിട്ടുകൊട്ടയിൽ ഇട്ടിട്ടു. പോലീസുകാർ എനിക്ക് നന്ദി പറഞ്ഞു, ആളുകൾ കൈയടിച്ചു. പ്രിയപ്പെട്ടവർ, ആ ഫ്ലൈറ്റിൽ, ആ വിമാനയാത്രയിൽ 4 മണിക്കൂർ ഞാൻ ബൈബിളിൽ നിന്നുള്ള ഈശോയെപ്പറ്റി പറഞ്ഞു. ഒന്നാന്തരം കത്തോലിക്കനായി പിറന്നു, കത്തോലിക്ക കുടുംബത്തിൽ സ്നാനം സ്വീകരിച്ചു. മൂറോൺ, അതായത് സ്ഥൈര്യലേപനം എന്ന് ഞങ്ങൾ പറയും, അതും സ്വീകരിച്ചു. അൾത്താര ബാലനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്നവൻ ആയിരുന്നു. എന്നാൽ അവന് ചില വേദനാജനകമായ സംഭവങ്ങൾ പള്ളിയിൽ തന്നെ ഉണ്ടായി, അച്ഛന്മാരിൽ നിന്നുണ്ടായി. അങ്ങനെ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനിയും അവൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പുരുഷൻ എന്നെ മകൻ എന്ന് വിളിക്കണമെന്ന്, മൈ സൺ എന്ന് വിളിക്കണമെന്ന്. എൻ്റെ കഥ അച്ഛൻ അറിയത്തില്ല. എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോഴേ എൻ്റെ അപ്പൻ ഉപേക്ഷിച്ചു പോയി. അത് കഴിഞ്ഞ് ഞാൻ പിറന്നു. എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചു, ആ മുക്കുടിയനായിരുന്നു. ഒരിക്കലും എന്നെ സ്നേഹിക്കുകയോ മോനേന്നൊരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും അപ്പന്മാർ മക്കളെ മോനേന്ന് വിളിക്കുമ്പം ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ വിളിക്കണമെന്ന്. എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വലിച്ചെറിയുമായിരുന്നു, അടിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. എന്നാലും പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ പള്ളി വെച്ചുണ്ടായ ആഘാതം എനിക്ക് മ്ലാനവദനാകാനിടയാക്കി. ഞാനൊരു രോഗിയായി, മനോരോഗിയായി മാറി. എന്നെ പലയിടത്തും ചികിത്സിപ്പിച്ചു, പക്ഷെ ഒരു പേരവും ഉണ്ടായില്ല. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, ഇന്ത്യയിൽ പോയാൽ ഗുരുക്കന്മാരുണ്ട്, സന്യാസിമാരുണ്ട്, അവിടെ ആശ്രമങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, അവിടെ ഒത്തിരി ദൈവങ്ങളുമുണ്ട്, നിൻ്റെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇന്ത്യക്ക് വന്നു 6 മാസത്തേക്ക്. പക്ഷേ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അവസാനം എൻ്റെ ഗുരു തന്നതാ ഈ 2 ദൈവങ്ങളെ, പാമ്പിനെയും അതുപോലെ ചുണ്ടലിയും. എന്നിട്ട് പറഞ്ഞു, നീ ജർമ്മനിയിൽ പോയി പ്രാർത്ഥിക്കൂ ദൈവങ്ങളോട് എന്ന് പറഞ്ഞു വന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ വിമാനത്തിലെ സംസാരം അവൻ്റെ ഒരു ജീവിത പങ്കുവയ്ക്കൽ ആയിരുന്നു, ഒരു കുമ്പസാരം ആയിരുന്നു. ഒരു വൈദികനായതുകൊണ്ട് ഞാൻ പാപമോചനം കൊടുത്തു. ഞാൻ റിയാദ് ചെന്നപ്പോൾ ഒരു ഹോട്ടലിലാണ് വചനപ്രഘോഷണം. അപ്പോൾ ആദ്യം ഞാൻ കുർബാനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. 58 പേരുണ്ടായിരുന്നു, ഒരു 57 ഇവനെ കൂടാതെ. അവരാരും മാമോദീസ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരല്ല. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ കൂടുതൽ കേൾക്കാനായിട്ട് വന്നു. ഇവ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ക്രിസ്ത്യാനി. കുർബാന കഴിഞ്ഞു,
അവന് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ, യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കാൻ യോഗ്യതയുള്ളൂ. അവൻ കുർബാന സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, അവസാനത്തെ ആശീർവാദം കഴിഞ്ഞ് അവൻ മുട്ടുമേ നിന്നു. ഞാൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ആ നിമിഷം നിങ്ങളോട് പറഞ്ഞറിയിക്കാനുള്ള വാക്കില്ല, വികാരമില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പപ്പ, ദിസ് ഈസ് വാട്ട് ഐ വാസ് സെർച്ചിങ്. പപ്പ, ഇതായിരുന്നു ഞാൻ അന്വേഷിച്ചത്. ഐ ഫൗണ്ട് ഹിം. ഞാൻ അവനെ കണ്ടുമുട്ടി. ഐ വിൽ ലീവ് ആൻഡ് ഡൈ ഫോർ ഹിം. ഞാൻ ഇനി അവന് വേണ്ടി ജീവിച്ച് മരിക്കും. അവൻ അത് ആ പറഞ്ഞ വികാരം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ആജീവനാന്തം ഞാൻ അങ്ങേ അപ്പാനെ വിളിക്കും, പപ്പാനെ വിളിക്കും. ഞാൻ പറഞ്ഞ മോനെ വിളിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഈ സംഭവിക്കുന്നത് 2000 ഏപ്രിലാണ്, 29-ാം തീയതി കൃത്യം പറഞ്ഞാൽ. അന്ന് മുതൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗൾഫിലൊക്കെ ഒത്തിരി വേദനയും സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നെ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ 30 ദിവസവും മറ്റും ആഹാരം കിട്ടാതെ ജയിലിൽ കിടന്നിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നടന്നു. അപ്പോൾ അന്ന് മുതൽ ഈ മനുഷ്യൻ എനിക്ക് വലം കൈയായി പ്രവർത്തിക്കാൻ തുടങ്ങി. അവന് അത് ജർമ്മനിയിൽ നിന്നൊക്കെ പൈസ കൊണ്ടുവരും, പോലീസുകാരൊക്കെ മയക്കും. അങ്ങനെ ഈ മരുഭൂമിയിൽ വലിയ പ്രോഗ്രാം 500 പേർക്ക് 1000 പേർക്ക് ഉള്ളതൊക്കെ സംഘടിപ്പിക്കാനുമെല്ലാം ഇവൻ എനിക്ക് എൻ്റെ വലത് കൈയായി പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ അവൻ വളരെ ക്ഷീണിതനായി, എല്ലും തൊലിയും പോലെ തോന്നി. ഞാൻ പറഞ്ഞ മോനൊരു കാര്യം ചെയ്യൂ, ജർമ്മനിക്ക് പോയി 1 മാസം ഒന്ന് ശരീരമൊക്കെ ഒന്ന് നന്നാക്കി വാ മോനെ. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ മാത്രമാണ് എല്ലാം. അപ്പം ഞാൻ ഉപദേശിച്ചു. അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ, അവസാനത്തെ മുസ്ലിം ഇവിടെ മാനസാന്തരപ്പെടുന്നത് വരെ ഞാനിനി യൂറോപ്പിലേക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയ്ക്ക് അവൻ ആ സഹനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. 2017 9 പേർക്കുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഇറാഖിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൊടുന്നനവെ ഐസിസ് വന്ന് അവരെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി യേശുവിനെ ഉപേക്ഷിച്ച് അള്ളായെ സ്വീകരിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ തല വെട്ടും, ഞങ്ങളുടെ തല പോയാലും ഒരിക്കലും ഞങ്ങൾ യേശുവിനെ ഉപേക്ഷിക്കില്ല. ഇവൻ്റെ കാര്യം വ്യക്തമായിട്ട് ഞാൻ അറിയുന്ന 2 ആഴ്ച കഴിഞ്ഞാണ് മറ്റ് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ആളുകൾ എഴുതിയപ്പോൾ ഇവൻ്റെ ഈ ജോസഫ് എന്ന് പറഞ്ഞ ആളിനെ അത് പിടിച്ചു പറഞ്ഞു, നീ യേശുവിനെ ഉപേക്ഷിച്ചാൽ നിനക്ക് ജീവിക്കാം, നിനക്കിവിടെ നല്ല ജോലി ഉദ്യോഗവും തരാം, നിങ്ങൾ എന്തു തന്നാലും ശരി, യേശുവാണ് എൻ്റെ കർത്താവ്. അപ്പോൾ അവർ കൈ വെട്ടി, 2 കൈയും നിലത്ത് വീണ് പെടയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞെന്തെന്നറിയാമോ, നോക്കൂ, കരങ്ങൾ 2ഉം പറയുകയാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന്. ഹല്ലേലൂയ. അതെ, നിത്യമായിട്ടും ഐശിപ്പെട്ടവർക്ക് അരിശം വന്നു, കാല് വെട്ടി. അപ്പോൾ പറഞ്ഞു, 2 കാലും പറയുകയാണ് യേശു ഏകരക്ഷകനാണ് എന്ന്. അരിശം കൊണ്ട് അവർ നാക്ക് മുറിച്ച് അത് വെട്ടി, തലയും വെട്ടി. ഒരു വെട്ടപ്പെട്ട തലയും നാക്കും അത് പറഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിക്സാക്ഷികളായ കൂട്ടുകാരാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. അന്ന് നമുക്കറിയാം, നമ്മൾ ഏറെയേറെയും വേദനകളിലൂടെയൊക്കെ കടന്നുപോയൊരു കാലഘട്ടമാണ്. ഞാനാണെങ്കിലും എനിക്ക് അനക്കമില്ലാതെ കിടക്കുകയാണ്, തളർന്ന് കിടക്കുന്ന അവസരം. ഏറെ വേദനിച്ചു. എൻ്റെ മകൻ, ഞാൻ മോനെന്നായിരുന്നു വിളിക്കുന്നത്, പക്ഷേ എനിക്കൊത്തിരി സന്തോഷം തോന്നി. കാരണം അവൻ സ്വർഗത്തിലേക്കാണ് പോയത്. ഹല്ലേലൂയ. യഥാർത്ഥ ഒരു രക്തസാക്ഷിയായി മരിച്ചുവെന്ന്. പ്രിയപ്പെട്ട രീതി ഞാൻ പറയാൻ കാരണം, അതായത് കത്തോലിക്കനായിരുന്നുവെങ്കിലും പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യുമായിരുന്നു, കൂടുമായിരുന്നു, കുർബാന സ്വീകരിക്കുമായിരുന്നു. അത് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല കത്തോലിക്കൻ എന്ന് പറയും. അവന് പറ്റിയ അധപതനം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു മുറിവുണ്ടായി സഭയിൽ നിന്ന്. അവന് ക്ഷമിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഫലമായി ഒരു രോഗിയായി മാറി. അവൻ ദൈവത്തെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു, യേശുവിനെ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടി വീണ്ടും ആ എയ്റോപ്ലെയിനിൽ വെച്ച്, അഥവാ ആ ദിവ്യബലിയിൽ വെച്ച്, കുർബാനയിൽ വെച്ച്. ഹല്ലേലൂയ. അവിടെ വെച്ച് ആ പറഞ്ഞ വചനം, അവനെ ഞാൻ കണ്ടു. ഇതായിരുന്നു ഞാൻ അന്വേഷിച്ചത്. നമ്മൾ സങ്കീർത്തനം
വായിക്കുന്നുണ്ട് 2 സങ്കീർത്തനങ്ങളിൽ 34-ലും 63-ലും കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ. ഓരോ മനുഷ്യനും, ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിപ്പെട്ട മനുഷ്യനും ആ ദൈവത്തെ തേടുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടുമുട്ടിയോ എങ്കിലേ അനുഭവം ഉണ്ടാവൂ. അങ്ങനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് പിതാവാ ദൈവം തൻ്റെ മകനെ ഒരു മനുഷ്യനായിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് വിട്ടത്. ആത്മാവായിട്ടല്ല വന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവായിട്ട് വന്നാൽ നമുക്ക് തൊടാനോ കാണാനോ പറ്റില്ല. അത് അറിഞ്ഞ ദൈവം മനുഷ്യരായ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി പിറന്നത്. അന്നു മുതൽ ജനങ്ങൾ അവനെ കണ്ടു, കേട്ടു, തൊടിയിൽ അനുഭവിച്ചു, സ്പർശനം അനുഭവിച്ചു, അവൻ്റെ മണം അനുഭവിച്ചു, അവൻ്റെ ടേസ്റ്റ്, രുചി അനുഭവിച്ചു, ഹൃദയത്തിൽ അവനെ ആസ്വദിച്ചു. ഹല്ലേലൂയ. അവരാണ് അവനെ അനുധാവനം ചെയ്ത ശിഷ്യർ എന്ന് പറഞ്ഞാൽ ഈ അപ്പസ്തോലന്മാരെന്നല്ല, ശിഷ്യർ. കർത്താവ് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാകാനല്ല. കർത്താവ് ഉത്ഥാനം ചെയ്ത് പറഞ്ഞില്ല ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ. യേശു പറഞ്ഞെന്താണ്? മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യരെ ഉണ്ടാക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നതാണ് മാനസാനം സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യരായി മാറുക. ഒരു ശിഷ്യൻ ഗുരുവിനെ തൊട്ട് അറിഞ്ഞവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ജോസഫിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് ഹൃദയം ഇപ്പോഴും തരിക്കുകയാണ്. അത് എപ്രകാരം അവൻ ജീവിച്ചു, എങ്ങനെ അവൻ യേശുവിനെ കണ്ടുമുട്ടി. അതിനുശേഷം അവന് വലിയ ധനം കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മക്കബയക്കാരുടെ ഒരു പുസ്തകമുണ്ട് ബൈബിളിൽ, 2 മക്കബയർ 7-ാം അധ്യായം. ഒരു വിധവയായ ഒരു സ്ത്രീക്ക് 7 മക്കളുണ്ടായിരുന്നു, 7 ആൺപിള്ളേർ. അനി അവിടെ വെച്ച് നമുക്കറിയാം, നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ഒരു നിയമമുണ്ടാക്കി, എല്ലാവരും പന്നിയിറച്ചി തിന്നണം. ഹല്ലേലൂയ. നമുക്കറിയാം ജൂതന്മാരും മുസ്ലിങ്ങളും പന്നിയിറച്ചി തിന്നില്ല. അപ്പോൾ പന്നിയിറച്ചി തിന്നണമെന്ന് നിർബന്ധമാക്കി. എന്നാൽ ഈ അമ്മ മക്കളോട് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: മക്കളെ, നിയമം പാലിക്കണം. ഇവിടെ ഒരു കാര്യം ഓർക്കണം, നാം നിയമം പാലിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് മക്കളെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത്. പള്ളിക്കകത്ത് വന്നുകൊണ്ട് യേശുവെ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു, അല്ലെ വലിയ ഉച്ചത്തിൽ കരിസ്മാറ്റിക് ആയിക്കൊണ്ട് ജീസസ് ഐ ലവ് യു എന്ന് വേണമെങ്കിൽ അട്ടഹസിച്ചേക്കാം. അതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. എങ്ങനെ കർത്താവിൻ്റെ നിയമപ്രകാരം, കൽപ്പനപ്രകാരം ആ 10 കൽപ്പനകളും സഭയുടെ കൽപ്പനകളും അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നാണ് കർത്താവ് നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മ പറഞ്ഞു, മക്കളെ 6-7 പേരോടും പറഞ്ഞു, നിങ്ങൾ പന്നിയിറച്ചി തിന്നുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ തിന്നുന്ന വഴി നിയമം ലംഘിക്കുന്നു. ആ മക്കൾക്കത് മനസ്സിലായി. അതുകൊണ്ട് എന്താ, ഓരോരുത്തരെയും നമുക്ക് കാണാൻ സാധിക്കും വറചട്ടിയിലിട്ട് വറക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെയും പിന്തിരിപ്പിക്കാൻ രാജാവ് ഈ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ എന്താണെന്നറിയാം, മക്കളെ ഇവനെ ഭയപ്പെടുത്തണ്ട. 6ാമത്തെ മകനോട് പറഞ്ഞ വാക്ക് വളരെ ഹൃദയസ്പർശകമാണ്. മോനെ, എൻ്റെ ഉദരത്തിൽ നീ എങ്ങനെയാ പിറന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിനക്ക് കണ്ണോ മൂക്കോ വായോ കാലോ തന്നോ ഞാനല്ല, തമ്പുരാനാണ്. തമ്പുരാനെപ്പറ്റി സ്നേഹിച്ച് നീ ജീവിക്കുമ്പോൾ പരലോകത്ത് ഇതെല്ലാം അവിടെ നിന്ന് തിരിച്ചു മോനെ തരും. ഹല്ലേലൂയ. നല്ല അമ്മമാർ, നല്ല അപ്പന്മാർ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ നോക്കൂ എന്താണെന്ന്. അതനുസരിച്ച് 6 പേരും മരിച്ചു കഴിഞ്ഞു. 7ാമത്തവൻ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവനെ പന്നിയിറച്ചി തീറ്റിക്കാമെങ്കിൽ. പന്നിയിറച്ചി നമ്മളൊക്കെ എന്ത് വിട്ടുവീഴ്ച ചെയ്യാറുള്ളൂ ഇല്ലേ? അല്പം കളിപ്പിച്ചാൽ കുഴപ്പമില്ല, അല്പമൊക്കെ വെട്ടുവേനി എടുത്താൽ കുഴപ്പമില്ല. അന്യായപ്പലിശോ അത് നമ്മൾക്ക് ജീവിക്കാനല്ലേ. നമ്മൾ എന്താണ് വിട്ടുവീഴ്ചയ്ക്കാ പോകുന്നത് എല്ലാത്തിനും. അതായത് കോംപ്രമൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എല്ലാത്തിനും ഏത് പാപവും ചെയ്യും. എന്നിട്ട് കർത്താവിന് പറയുക, കർത്താവ് എനിക്ക് മേലാഞ്ഞിട്ടാകട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലി കിട്ടാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മാനേജറോട് പോയി ഒരു ദിവസം താമസിച്ചത്. എനിക്കറിയാം പല പെൺകുട്ടികൾ ജോലിക്കായിട്ട് വേണമെങ്കിൽ മാനേജറുടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് രാത്രി പോയി ഒരു രാത്രി ശയിക്കും. അതുപോലെയുള്ള പല വിട്ടുവീഴ്ചകളും ഓരോ പ്രമാണങ്ങൾക്കും ചെയ്തുകൊണ്ട് എങ്ങനെയും സ്വത്ത് വർദ്ധിപ്പിക്കുക,
പണമുണ്ടാക്കുക, ജോലി മേടിക്കുക, ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി. ഇതൊരു കൊച്ചു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഓർക്കും, ഈ അമ്മയ്ക്ക് പറയാമായിരുന്നു, മോനെ മനസ്സുകൊണ്ട് നീ അന്ന് കൽപ്പന ലംഘിക്കണ്ട, വാഗൊണ്ടിച്ച് പന്നിയിറച്ചി എന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 7 മക്കളും ജീവിച്ചിരുന്നേനെ. പക്ഷെ അമ്മയ്ക്കറിയാം, അതെ, അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ അതെ നിയമം പാലിച്ച് ജീവിച്ചെങ്കിലേ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അവക്കും ഈ അമ്മയ്ക്കും മകനും വലിയ വലിയ ജോലി കൊടുക്കാം, വലിയ മഹത്വം കൊടുക്കാം സമൂഹത്തിൽ എന്നൊക്കെ അതെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താ അറിയാ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആ ദൈവത്തെ പ്രതിയാണ് ഞങ്ങൾ പന്നിയിറച്ചി തിന്നാത്തത്. ഹല്ലേലൂയ. ആ നിയമം പാലിക്കുന്നതിലൂടെ അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. നമുക്കറിയാം, അവനെയും കൊന്നു, ഒരു അമ്മയും കൊന്നു. ആ ചരിത്രം നിങ്ങൾ പലപ്പോഴും വായിക്കണം. പറയാനായിട്ടുള്ള വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാനിത് മക്കളെ. നമുക്കറിയാം, നിയമത്തിന് വേണ്ടിയുള്ള ജീവിതമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ജീവൻ സമർപ്പിക്കേണ്ടി വരും, മരിക്കേണ്ടി വരും. മരിക്കേണ്ടി വന്നാലും അത് തന്നെയാണ് നമ്മൾ ഈശോയോട് പറയുന്നതും. മരിക്കേണ്ടി വന്നാലും ഞാൻ ജീവിച്ചാലോ മരിച്ചാലോ കർത്താവേ അങ്ങേക്ക് വേണ്ടിയാണ് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ. ഇതൊക്കെ നാക്കൊണ്ട് പറഞ്ഞാലും പ്രായമായി 98 വയസ്സായാലും എൻ്റെ കർത്താവ് എൻ്റെ തലമുടി കറുപ്പിക്കണമേ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ 4 തലമുറയിലെ മക്കളെ കണ്ട് 5ാമത്തോടെ കാണാനായിട്ടുള്ള ജീവിതം എൻ്റെ നീട്ടിത്തരണമേ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ലോക ജീവിതത്തിൽ എല്ലാം ഉണ്ടാകണം. നീണ്ട സൗഭാഗ്യം, നീണ്ട ആരോഗ്യം, നീണ്ട ജീവിതം. എന്നാൽ നിത്യതയെപ്പറ്റി നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. എത്ര മസിലി പിടിച്ച് എന്തെല്ലാം പ്രാർത്ഥിച്ചാലും, ഏതെല്ലാം ബയോ ഫുഡ് നല്ലതരം ആഹാരം ഭക്ഷിച്ചാലും, ഡോക്ടർമാർ പറയുന്ന ഡയറ്റെല്ലാം എടുത്താലും ഒരിക്കൽ കണ്ണടയ്ക്കണം, പോകണം. കേട്ടോ അമ്മച്ചി, അച്ചാച്ച? ഹല്ലേലൂയ. നമുക്കാർക്കും ഇവിടെ ഒരു നിർബന്ധമായിട്ട് നിൽക്കാവുന്ന ഒരു പൗരത്വമില്ല. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് വളരെ ടെമ്പററിയാണ്. എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ വീസയെ നമുക്കിവിടെ ഉള്ളൂ. പെർമനൻ്റ് വീസ കിട്ടേണ്ടത് സ്വർഗത്തിലാണ്. അതാ പൗലോസ്ലീഹ പഠിപ്പിച്ചത്. സ്വർഗത്തിലേക്ക് നമ്മൾ കണ്ണ് വച്ച് ആ പൗരത്വം ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ഉറപ്പ് വരുത്തണം നമുക്ക് മാമോദീസായ ജ്ഞാനസ്ഥാനത്തെ കിട്ടിയ പരിശുദ്ധാത്മാവ് ഒരു ശീല മുദ്രയടിച്ചതാണ്. നമ്മൾ എഫെസോസുകാർക്ക് ലേഖനം അധ്യായം 4:18 പറയുന്നുണ്ട്, നമ്മളിലേക്ക് ആത്മാവിൻ്റെ മുദ്ര അടിച്ചിരിക്കുന്നു സ്വർഗത്തിൽ പോകാനായിട്ട്. അപ്പോൾ ഈ മുദ്ര എപ്പോഴും തെളിഞ്ഞിരിക്കണം, ആത്മാവിൻ്റെ മുദ്ര. ആ മരിച്ച് സ്വർഗത്തിൻ്റെ കവാടത്തിൽ ചെല്ലുമ്പോൾ താക്കോലുമായിട്ടിരിക്കുന്ന പത്രോസ് വരും ആ സ്വർഗം തുറക്കാൻ. അപ്പോൾ നോക്കുന്ന വീസ ഉണ്ടോ എന്ന്. അതായത് നമ്മുടെ മത്താനച്ചനും മറ്റും UK-ക്കൊക്കെ പോകുമ്പോൾ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ പോയി ഇറങ്ങുമ്പോൾ ആ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്ന വീസ ഉണ്ടോയെന്നാണ്. ഇല്ലെങ്കിൽ ആളെ തിരിച്ചിങ്ങ് കേരളത്തിലേക്ക് പറഞ്ഞു വിടും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം സത്യമാണ്, നിത്യജീവൻ സത്യമാണ്. എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ, ഞാൻ മരിച്ചപ്പോൾ, മരണാവസ്ഥയെന്ന് ഞാൻ പറയില്ല, മരിച്ചപ്പോൾ, ഞാൻ ഈ ലോകവുമായിട്ട് വിട പറഞ്ഞപ്പോൾ, ഞാൻ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി, ഞാൻ താഴേക്ക് നിൽക്കപ്പം എൻ്റെ ജഡം കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്നെ മനസ്സിൽ ഓർത്തു, എൻ്റെ ജഡം നാട്ടിലേക്ക് കൊണ്ടുപോകും, കാരിശ്വാനെ കൊണ്ടുവന്ന് എല്ലാവരും കരഞ്ഞുകൊണ്ട് എൻ്റെ ശവസംസ്കാരം നടത്തും. ഇതൊക്കെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കണം, ഞാൻ മരിച്ചില്ല. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനി മരിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6:56 6:56 എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നാളും ജീവിക്കും. അപ്പോൾ നമ്മുടെ ശരീരമാണ് മണ്ണിലേക്ക് പോകുന്നത്, അത് മണ്ണായിത്തീരും. ശരിയാണ്. എന്നാൽ ഞാൻ ജെയിംസ് പീലക്സീനോസ് എന്ന് പറഞ്ഞ മെത്രാൻ കർത്താവിന് പക്കലേക്കാണ് പോകുന്നത്. അവിടെയാണ് കണക്ക് കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സത്യം നിങ്ങൾ തുറന്നു പറയട്ടെ, ആ അനുഭവമാണ് എനിക്കുണ്ടായത്. പെട്ടെന്ന് ഒരു വലിയ പ്രകാശത്തിൻ്റെ മുമ്പിലായിരുന്നു ഞാൻ. പ്രകാശമെന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവം പ്രകാശമാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ബൈബിളിൽ. പ്രത്യേകിച്ച് 1 യോഹന്നാൻ അധ്യായം 1:5 ദൈവം പ്രകാശമാണ്, അവനിൽ അന്ധകാരമില്ല.
ആ പ്രകാശം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നിങ്ങളോട്, അതായത് 10,000 മടങ്ങ് പ്രഭയുള്ള സൂര്യനേക്കാൾ പ്രഭയുള്ള കണ്ണാണ്. ആ കണ്ണിൻ്റെ പ്രഭയിലാണ് കർത്താവ് നമ്മളെ പരിശോധിക്കുന്നത്. പ്രിയമുള്ളവരെ, പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു വലിയ പുസ്തകം. നമ്മൾ പലപ്പോഴും ജീവൻ്റെ പുസ്തകത്തെപ്പറ്റി കേൾക്കും. എനിക്കറിയാം, ദൈവശാസ്ത്രജ്ഞന്മാരും പല മെത്രാന്മാരും അച്ഛന്മാരൊക്കെ പറയും അതൊക്കെ ചുമ്മാ ഒരു ഭാഷയാണ്. അല്ല, അങ്ങനെ പുസ്തകമൊന്നും സ്വർഗത്തിൽ ഇല്ലാന്ന്. ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ മൂശ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞ എന്താന്ന്. കാരണം രക്ഷിക്കപ്പെട്ട ജനം കാളക്കുട്ടിയെ വാർത്തെടുത്ത് 1-ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തു. നമുക്കറിയാം, അരിശപ്പെട്ട് ദേഷ്യപ്പെട്ട് ആ 10 കൽപ്പനകളും തച്ചുടച്ച് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ആ അരിശമെല്ലാം കഴിഞ്ഞ് മരമുകളിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ മക്കളോട് ക്ഷമിക്കണമേ. അവിടെയാണ് നല്ല മെത്രാനെ നമ്മൾ കാണേണ്ടത്. അവിടെയാണ് നല്ല പുരോഹിതനെ കാണേണ്ടത്. കർത്താവിനും മനുഷ്യന് മുമ്പിൽ നിന്നുകൊണ്ട് ഇവരുടെ പാവങ്ങൾ ഏറ്റെടുത്ത് കർത്താവെ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന, അതെ, മനോഹരമായ പ്രാർത്ഥന. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? കർത്താവെ ഇവരെ ശിക്ഷിക്കുന്നതിൽ ഭേദം എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയുകയാണെന്ന്. ഹല്ലേലൂയ. അവനറിയാമായിരുന്നു അവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, അവന് സ്വർഗത്തിൽ അവകാശിയാണ്. അതുപോലും വേണ്ട, എൻ്റെ ജനത്തെ രക്ഷിക്കണമേ. ഈ സ്നേഹമാണ് എനിക്കുണ്ടായിരിക്കേണ്ടത് നിങ്ങളോട്, അഭിമന്യ പിതാവിനും ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ ഈ വേഷം ധരിച്ച എല്ലാ വൈദികർക്കും, ആരൊക്കെയാണോ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചത്, വൈദികർ മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിക്കും മറ്റുള്ളവരെ പറ്റി ഓർക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ആളുകളായിരിക്കാം വിശ്വാസം നഷ്ടപ്പെട്ട് ദൈവസ്നേഹമില്ലാതെ ജീവിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റ് ജാതിയിൽപ്പെട്ടവരായിരിക്കാം. അവരും ദൈവത്തിൻ്റെ ജനമായി തീരുവാനുള്ള ആ ഹൃദയത്തിലെ ആഗ്രഹം. എൻ്റെ കർത്താവ് എൻ്റെ പേര് വെട്ടിയാലും. ഒരു വിശുദ്ധനുണ്ട്, ഫ്രാൻസിസ് സാലസ്, ഞങ്ങളുടെ സഭയുടെ സന്യാസ സഭയുടെ മധ്യസ്ഥനാണ്. ഞാൻ ഫ്രാൻസിസ് സാലസിൻ്റെ മിഷനറിയാണ്. അദ്ദേഹം തീവ്രതയോടെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ ഇറങ്ങി അവരെ കത്തോലിക്ക സഭയിൽ മടക്കിക്കൊണ്ടുവരികയായിരുന്നു. ഫ്രാൻസിൽ കാൽവിനിസത്തിലേക്ക് പോയ പ്രൊട്ടസ്റ്റന്റുകാരെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? കർത്താവേ, ഞാൻ നരകത്തിൽ പോകാനിടയായാലും ഇവരെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. ആ കുരിശിലെ ദാഹം എനിക്ക് ദാഹിക്കുന്നു. നമ്മൾ എത്ര പേർ അത് കേൾക്കാറുണ്ട്? അത് കേൾക്കണം. ഞാനതാണ് കേട്ടത് എൻ്റെ മനസാന്തരത്തിൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ദാഹിക്കുന്നു. അപ്പോഴാണ് ഹോസിയ പ്രവാചകൻ അധ്യായം 4:6. ഹോസിയ പ്രവാചകൻ അധ്യായം 4:6. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. പുരോഹിത, നീയാണെന്ന് ഉത്തരവാദി. ഞാൻ അവിടെയാണ് തരിച്ചു പോയത്. ഞാനിങ്ങനെ പ്രൊഫസറായിട്ടിരിക്കുകയാണോ വേണ്ടത്? ഞാനിങ്ങനെ വൈറ്റ് കോളർ ജോലിയായിട്ട് പോകണോ, അതോ വീണ്ടും ബ്ലൂ കോളർ ജോലിക്കാണോ പോകേണ്ടത്? എൻ്റെ മനസ്സിലേക്ക് കർത്താവ് ആ വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജനം അജ്ഞത മൂലം. ഇനി എത്രയോ പേരാണ് കർത്താവിനെ അറിയാതിരിക്കുന്നത്. നമുക്കറിയാം, മതപീഡനത്തെപ്പറ്റി നമ്മൾ പറയുന്നു. ഉദാഹരണമായിട്ട് ഇന്നും കേട്ടു, മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ മുനമ്പത്തെ പ്രശ്നം അങ്ങനെ ക്രിസ്ത്യാനികളുടെ വിവേചനം കാണിക്കുന്നു. എല്ലായിടത്തും ഇന്നും 6 പേര് നൈജീരിയയിൽ തലവെട്ടി. അതിൽ പേർ 2 വൈദികരായിരുന്നു, ഒരു കന്യാസ്ത്രീയായിരുന്നു. അതും ഇന്നത്തെ ന്യൂസാണ്. നിങ്ങൾക്കറിയാം, ഒരു ദിവസം തന്നെ 18 ക്രിസ്ത്യാനികൾ ഈ ഭൂമുഖത്ത് യേശുവിന് വേണ്ടി രക്തം ചിന്തുന്നുണ്ട്, തല വെട്ടപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കാരണം എന്ത്? നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. അതിന് കാരണം അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 16 വചനം 2-3 ഞാൻ ഇങ്ങോട്ട് വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 16. ഇത് ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുവാൻ ഇടയാക്കട്ടെ. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്നും പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിനു ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു.
നമ്മൾ ജിഹാദിനെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവർ വിചാരിക്കുന്നതാണ് ദൈവത്തിന് ബലിയർപ്പിക്കുന്നതാണ്. നമ്മുടെ മെത്താനച്ച ഉണ്ടാക്കി ഇതൊക്കെ ഈ കൂടാരത്തിലൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാലം വന്നേക്കാം ഇതെല്ലാം തകർത്തേക്കാം മക്കളെ. ആദ്യകാലത്തിലെ അനുഭവങ്ങൾ നമുക്കറിയാം. ഈ വലിയ പള്ളിയും വലിയ പന്തലുകളും എല്ലാം ഒരു പക്ഷെങ്കിൽ അപ്രത്യക്ഷമായി എന്ന് വരാം. പല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, മണിപ്പൂർ കേരളത്തിൽ ഉടൻ വരുമെന്ന്. വരാൻ മേലാഴിക ഇല്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നിനൊന്നിന് അച്ഛൻ പറഞ്ഞ നമ്മുടെ തോമസ് പിതാവ് പറഞ്ഞ പോലെ ചുരുങ്ങിപ്പോകുന്നു. നമ്മുടെ ജനത്തിൻ്റെ പകുതിയും പുറത്താണ്. നമ്മുടെ ചെറുപ്പക്കാർ കല്യാണം കഴിക്കുന്നില്ല, മക്കളില്ല. നമ്മൾ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണമേ. ഇവിടെയാണ് ഈ വചനത്തിന് പ്രസക്തി. നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരും. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പിതാവിനെ അറിഞ്ഞിട്ടില്ല, യേശുവിനെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ പ്രഘോഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. പിതാവ് പറഞ്ഞ പോലെ സ്വർണത്തിൻ്റെ കൊണ്ടുണ്ടാക്കിയ ഒരു മാലയുടെ അറ്റത്തൊരു കുരിശിടും. എന്നിട്ട് ഞാൻ കാത്തലിക്കാണ്, ക്രിസ്ത്യാനിയാണ്, മർത്തോമാണ്, യാക്കോബ എന്ന് പറയും. അതല്ല, നമ്മളൊരു കുരിശ് കരുത്തെ കെട്ടി തൂക്കിയത് കൊണ്ടോ ഞാൻ ഈ കുരിശ് കൊടുത്തിട്ടോ ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കില്ല. ആ കുരിശ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ ജീവിതത്തിൽ ആ ക്രൂശിതനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കണം. ആ ക്രൂശിതന് വേണ്ടി ജീവൻ അർപ്പിക്കണം. എന്നിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം ആരെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുവിൽ നിന്ന് പ്രാപിച്ചു. അവരോടെല്ലാം പറഞ്ഞ എന്താണ്? എൻ്റെ കൂടെ പോരെ, എന്നോട് വന്ന് താമസിക്കുന്നല്ല, പോയി പ്രഘോഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കംഫർട്ട് സോൺ, സുഖമായി ജീവിക്കുന്ന ഈ ഭവനം, സുഖമായി ജീവിക്കുന്ന കോട്ടയം, സുഖമായി ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഇറങ്ങണം കർത്താവിനെ പ്രഘോഷിക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, പട്ടസുഖം ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. സുഖമായിട്ട് ഒരു പ്രൊഫസറായിട്ട് ഇന്നും എനിക്ക് തുടരാമായിരുന്നു. നല്ല ആഹാരമൊക്കെ കഴിച്ച് ഒരു നല്ല മെർസിഡസ് കാറുമൊക്കെ ആയിട്ട് സുഖമായിട്ട് പോകാം എന്ന് കരുതി എന്നെ കർത്താവ് താഴെ ഇട്ടു. ആ പൗലോസിനെ, ആ സാവൂളിനെ നിലത്തിട്ടതുപോലെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വരത്ത പട്ടിയെപ്പോലെ, ആസ് എ വാഗബോൺ, അതാണ് മലയാളത്തിൽ പറയുന്നത്, വരത്ത പട്ടിയെപ്പോലെ ഇപ്പോൾ ഞാൻ ലോകമെങ്ങും പോവുകയാണ് ഈ വീൽക്കരയിൽ ഇരുന്നു കൊണ്ടും. പക്ഷെ അതിനൊരു സന്തോഷമുണ്ട്. കാരണം ധാരാളം പേർ കർത്താവിൽ ജനിക്കുന്നു, പുതിയ വ്യക്തികളായി മാറുന്നു. ആ 3-ാം അധ്യായം യോഹന്നാനിൽ വായിക്കുന്ന പോലെ, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യോഹന്നാൻ 3:3. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്. 3:5 യോഹന്നാൻ്റെ സുവിശേഷം 3:5. നമ്മളെല്ലാം ജഡത്തിൽ പിറന്നു, നമ്മളെല്ലാം ജഡത്തിൽ ശരണം വെച്ച് ജഡത്തിന് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് വളരെ മനോഹരമായിട്ട് പറയുന്നു, 1 കൊറിന്തോസ് 15-ാം അധ്യായം 19 വചനം, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കർത്താവിൽ വിശ്വാസം വയ്ക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റാരേക്കാൾ ദൗർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നത്? എന്തിനാണ് കൺവെൻഷന് പോകുന്നത്? എൻ്റെ രോഗം മാറാൻ, എൻ്റെ ഭർത്താവിൻ്റെ കുടി മാറാൻ, എൻ്റെ മകളുടെ കല്യാണം നടത്തുവാൻ, എനിക്കൊരു വലിയ വീട് പണിയുവാനായിട്ട് ഇങ്ങനെ പോകുന്നു ഭൗമികമായ ലിസ്റ്റുകൾ. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അഭൗമികമായ എൻ്റെ നിത്യജീവൻ ഞാൻ പ്രാപിക്കണം. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് നിത്യജീവൻ പ്രാപിക്കണം. ഒരുപക്ഷെ ഞാൻ സ്വർഗത്താൽ പോകുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞ കർത്താവ് സ്തോത്രം, കർത്താവ് സ്തോത്രം, എൻ്റെ ഭർത്താവ് മുക്കുടിയനായിട്ട് കഴിയുന്നു. അവിടെ ചെല്ലുമ്പോൾ പത്രോസ് ചോദിക്കും, ഈശോ ചോദിച്ചത്, ആ സമറിയക്കാരി സ്ത്രീയോട് ചോദിച്ചതുപോലെ, നിൻ്റെ ഭർത്താവ് എവിടെ? ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേരെയും കൂടിയാണ് ഒന്നാക്കി. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വിഭജിക്കരുത്. കർത്താവ് പറഞ്ഞില്ലേ, മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 19:6. ഇന്ന് ഒരുപക്ഷെങ്കിൽ ഔദ്യോഗികമായിട്ട്
ഡിവോഴ്സൊന്നും മേടിച്ചില്ല. പക്ഷേ ഡിവോഴ്സ് ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ. അറിയത്തില്ലെങ്കിൽ കൗൺസിലിങ്ങിൽ ഇരിക്കുന്ന വൈദികർക്കറിയാം. ഇനി അതിൽ കൂടിയ ഏറ്റവും വലിയ എന്താണെന്നറിയാമോ? കോടതിയിൽ പോയിട്ടുള്ള വിവാഹമോചനമല്ല, ഹൃദയത്തിലെ വിവാഹമോചനം. 2 ബെഡിലാ കിടക്കുന്ന, ഒരു പക്ഷേ ഇല്ല ഒരു ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തോമസ് പിതാവ് പറഞ്ഞ പോലെ യാതൊരു ഹൃദയബന്ധവും ഇല്ലാതെ ഹൃദയം വിഭജിച്ച് ജീവിക്കുന്ന ഭാര്യഭർത്താക്കന്മാർ ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അവർ കരങ്ങൾ കോർത്ത് പോയി കഞ്ഞി കുടിച്ചേക്കാം, ഒന്നിച്ചു പോയി പുസ്തകം മേടിച്ചേക്കാം, ഒന്നിച്ച് കാറിൽ പോയേക്കാം, എന്നാൽ ഹൃദയം വിദൂരത്തിൽ. ഇതല്ല വിവാഹ ജീവിതം. ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും യേശുക്രിസ്തുവിൽ ഒന്നാണ് നിങ്ങൾ. ഇനി നിങ്ങൾ 2 അല്ല 1 എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നിങ്ങളെ യോജിപ്പിച്ചത്. ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അൽത്താരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ആശീർവദിച്ചപ്പോൾ. ഹല്ലേലൂയ. പ്രിയ ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ കർത്താവിന് മുമ്പിൽ എടുത്ത വ്രതങ്ങൾ, ജീവിതത്തിലെടുത്ത വ്രതങ്ങൾ, അത് നിയമമാണ്. ആ നിയമം പാലിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്ന കാര്യം. ഒരിക്കലും വിസ്മരിച്ചു പോകരുതേ മക്കളെ. അത് നമ്മൾ കാണുകയാണ് എപ്രകാരം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടന്ന് നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. വിവാഹത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിലേക്ക് വരികയാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവരെ ഒന്നാക്കാൻ. നിങ്ങൾ 2 കുടുംബത്തിൽപ്പെട്ടവരാണ്, 2 സ്വഭാവമുള്ളവരാണ്. എന്നിട്ടാണ് കർത്താവ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒന്നായി തന്നെ ജീവിക്കുക, അവിടുത്തെ ഇഷ്ടമാണ് എന്നോർക്കണമേ. ഇവിടെയാണ് എൻ്റെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ എൻ്റെ ആശകൾ, എൻ്റെ അംബീഷൻസ് ഇവിടെയല്ല. എനിക്ക് കർത്താവിൽ വിലയം പ്രാപിക്കണം. ഒരിക്കൽ അവിടെ ആ നിത്യഭോഗ്യത്തിൽ ചെല്ലണം. ഓർക്കണമേ, എൻ്റെ മാനസാന്തര അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച അവസരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞത് എന്താ? പോകൂ, പ്രസംഗിക്കൂ. കാരണം ആ മകൻ, ആ ഗോവിന്ദൻകുട്ടി എന്ന ജോസഫ്, അതിനോട് പറഞ്ഞെന്തെന്നറിയാമോ? ഈ വൈദികന് മെത്രാൻ ബൈബിൾ കൊടുത്തിട്ട് പ്രസംഗിക്കാതിരിക്കുന്നു, പേടിത്തൊണ്ടെന്നാണ്. എൻ്റെ പേടിയെല്ലാം പരിശുദ്ധാത്മാവ് മാറ്റി. എന്നിട്ട് ഞാൻ പോകാൻ കൂട്ടാക്കിയില്ല. കാരണം എനിക്ക് സെമിനാരി ജീവിതമായിരുന്നു ഇഷ്ടം. പ്രൊഫസറായിട്ട് സുഖമായ ശാപ്പാട്, സുഖമായ യാത്ര, എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഉന്നതമായൊരു പദവി, അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചാണ്. ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ എന്ത് വേണേലും ചെയ്തോളാം, പക്ഷേ സെമിനാരി പ്രൊഫസർഷിപ്പ് മാറ്റരുത്. ഞാൻ എന്തും ചെയ്യാം, ഞാൻ പോയി പാവങ്ങളെ സഹായിക്കാം, കോട്ടയത്തോടെ തെരുവുകളിൽ പോയി പ്രസംഗിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പക്ഷേ പ്രസംഗിക്കാൻ പോകാൻ പറയാം, പ്രസംഗിക്കാൻ അവരെ സഹായിക്കാൻ പോകാൻ. അപ്പോൾ ഈശോ പറഞ്ഞു പോകൂ. ആടായി കർത്താവ് ഭയങ്കരനാണ്, പിടിച്ചപ്പനെ വിടുക, അതാണ് പുള്ളിയുടെ സ്വഭാവം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റില്ല, ഞാൻ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ അധരത്തിൽ അഭിഷേകം തരുന്നു, നിൻ്റെ കരങ്ങൾ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നു, പോകൂ, പ്രസംഗിക്കൂ, കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കൂ. എന്നിട്ടും ഞാൻ കർത്താവിനോട് മറുതലിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ഓർത്ത് എന്താണെന്നറിയുമോ, ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ കയ്യും പൊക്കി ഇങ്ങനെ കയ്യും അടിച്ച് പറയും, അത് നടക്കും. പെന്തക്കോസ്തുകാരനാണെന്ന് ആളുകൾ പറയും. അപ്പോൾ എനിക്ക് എൻ്റെ അഭിമാനം, എൻ്റെ കത്തോലിക്ക അഭിമാനം, കത്തോലിക്ക അഹങ്കാരം അതെല്ലാം പോകും. എല്ലാവരും എന്നെ ഒരു വരത്തപ്പെട്ടിയെ പോലെ കാണും, ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ പെന്തക്കോസ്തുകാരുടെ പണി, കഴിയേല എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസരമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, പോകൂ, ഗോ. പോകൂ. പ്രിയപ്പെട്ടവരെ, ആ ഒറ്റ വാക്കിന് ഒരു 1000 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞത്. ആ വലിയ ആ സ്വരത്തിൽ ഞാൻ വീണുപോയി. അപ്പോഴുണ്ടായ അനുഭവം, നയാഗ്ര വെള്ളച്ചാട്ടത്തിനടിക്കൽ അടിയിൽ നിൽക്കുന്ന അനുഭവം. ജീവൻ്റെ ജലമാകുന്ന പരിശുദ്ധാത്മാവ് എന്നെ കഴുകുന്നു. ഞാനങ്ങ് ചെറുതായി ഒന്നുമല്ലാതായിത്തീരുന്നു. കർത്താവേ, നിന്റെ ദാസൻ എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാരിത്താസ് ആശുപത്രിയിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഞാൻ ചെന്ന് എൻ്റെ അധികാരിയോട് പറഞ്ഞു, ഞാൻ സെമിനാരി ജീവിതം അവസാനിപ്പിക്കുന്നു, അതായത് പ്രൊഫസർഷിപ്പ് രാജിവെക്കുന്നു, എനിക്ക് പ്രസംഗിക്കാൻ പോകണം. അപ്പോഴേ എന്നോട് എൻ്റെ അധികാരി ചോദിച്ചത്, പ്രൊവിൻഷ്യാലച്ചൻ ചോദിച്ചു, സിഗരറ്റില്ലാതെ കൊണ്ട് പ്രസംഗിക്കാൻ അച്ഛന് പറ്റൂ? ഞാൻ തുടരെ സിഗരറ്റ് വലിക്കുമെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റും, എൻ്റെ കർത്താവ് എന്നെ വിമോചിപ്പിച്ചു. ഉടൻ തന്നെ അന്നത്തെ വിജയപുരത്തെ രൂപതയിലെ പിതാവ്
കൊർന്നേലിയസ് പിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്നെ. അവിടെയും പിതാവ് ചോദിച്ചു, അച്ഛൻ പ്രസംഗിക്കാൻ പോവാ അല്ലേ? എത്ര നാൾ പ്രസംഗിക്കും? ഞാൻ പറഞ്ഞു, ആജീവനാന്തം. അച്ഛൻ പള്ളിയിലൊരു പ്രസംഗം പോലും പറഞ്ഞിട്ടില്ല. അച്ഛനാണോ ധ്യാനിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ എൻ്റെ അധികാരി പറഞ്ഞു, പോകുന്നവരെ തിരിച്ചു പോയി വെച്ചാൽ. അപ്പോൾ അച്ഛന് വീണ്ടും ജോലി കൊടുക്കാം, സെമിനാരി പഠിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, അവർ രണ്ടുപേരും എന്നെ ആശീർവദിച്ചു. ഞാൻ എടുത്ത കാല് ഒരിക്കലും പിന്നോട്ട് വലിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. അറിയാം, എൻ്റെ കാലുകൾ മേലായെങ്കിലും അത് കാല് വെണ്ണനായെപ്പോലെ ഇന്നും ഞാൻ ഓടുകയാണ് എൻ്റെ വീൽ ചെയറും കൊണ്ട്. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ! കണ്ടു, കേട്ടു, അനുഭവിച്ചു. ഞാൻ അനുഭവിച്ച കർത്താവിനെ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റൂല. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഇത് മാർപ്പാപ്പ പറഞ്ഞാൽ ഞാൻ പറയും, യേശുക്രിസ്തു രക്ഷകനാണ്, അവനിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് എല്ലാ ജനങ്ങളോടും ഞാൻ പറയും. എൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം, അവസാനത്തെ ശ്വാസം വിടുമ്പോൾ ഞാൻ പറയും, കർത്താവേ, അങ്ങാണ് ലോകത്തിൻ്റെ ഏകരക്ഷകനെന്ന്. ഹല്ലേലൂയ! കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം ശാന്തമായി കണ്ണടച്ച് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ യേശുവിനെ കണ്ട വ്യക്തിയാണോ, കേട്ട വ്യക്തിയാണോ? നമുക്ക് തുടർന്ന് മരുബഹ തുറന്ന് വിരിമാറ്റി യേശുവിൻ്റെ സന്നിധിയിൽ ഒരു ആരാധനയും പ്രാർത്ഥനയും ആണ്. നമുക്ക് ആദ്യമേ ഒന്ന് കണ്ണടച്ച് കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. വചനം നിങ്ങളിൽ മാംസമാകണം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, ഞാൻ കേട്ട വചനം മറിയത്തിൻ്റെ ഉദരത്തിൽ മാംസമായതുപോലെ എന്നിലും മാംസമാകണേ. എത്രയോ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു, എത്രയോ കൺവെൻഷനുകൾ ഞാൻ കൂടിയിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ബൈബിൾ കാണാതറിയാം, ഹൃദിസ്ഥമാക്കി. പക്ഷെ ഞാനൊരു ബൈബിളായി മാറിയോ? എന്നിൽ യേശുക്രിസ്തു ഉണ്ടോ? ആ യേശുക്രിസ്തുവുമായൊരു സുഹൃത്ത് ബന്ധം, ആത്മീയ ബന്ധം ഉണ്ടോ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാൻ എനിക്ക് കഴിയുമോ? എന്താണ് തടസ്സങ്ങൾ? ദുരഭിമാനമായിരിക്കാം, ഭയമായിരിക്കാം, ഈ ലോകത്തുള്ള പലതും നമ്മൾ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം. ചിലതൊക്കെ ഉപേക്ഷിക്കണം. എങ്കിലേ കർത്താവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ, നിൻ്റെ ഭർത്താവിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, മക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ, മാത്രമല്ല മറ്റ് ഇതര ജാതിയിൽപ്പെട്ടവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ യേശുവിനെ കാണണം. നമുക്ക് വിരിമാറുന്ന അവസരത്തിൽ ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് അത് വിരിമാറ്റി മരുബഹാവിൽ അത് കർത്താവിൻ്റെ സിംഹാസന ആരുടനായിരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ ഹൃദയം തുറന്നും വേണമെങ്കിൽ കരങ്ങൾ ഉയർത്തിയോ സാഷ്ടാംഗം വീണോ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. നമുക്ക് ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ വചനം കേൾക്കാം. കർത്താവ് പറയുന്നു 1 യോഹന്നാൻ 2:15 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്.
ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹങ്കാരം, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അല്പസമയം ഹൃദയം തുറന്ന് ആ വചനം ഹൃദയത്തിൽ ആഴമാക്കൂ. നിന്നിൽ ദൈവസ്നേഹം കുടികൊള്ളുന്നുണ്ടോ? അഥവാ നിന്നെ ദൈവം കർത്താവ് യേശു സ്നേഹിക്കുന്നുണ്ടോ? വെറുതെ കണ്ണുമടച്ച് പറയരുത് സ്നേഹിക്കുന്നുണ്ട് എന്ന്. വെറുതെ കള്ളം പറയരുത്. ഞാനിപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ ലോകത്തെ സ്വന്തമാക്കുവാണ്. ബൈബിളിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വികാരമല്ല, ഒരു എമോഷൻ അല്ല, പിന്നെയോ സ്വന്തമാക്കൽ ആണ്. നമ്മുടെ ഭാഷയിലും അതാണ്. ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളെ സ്വന്തമാക്കുന്നു എന്ന അർത്ഥമാണല്ലോ. അതുതന്നെയാണ് ബൈബിളിലും പറയുന്നത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക. നിൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കൂ. ആ കൈകൾ മാറോട് ചേർത്ത് വയ്ക്കൂ. യേശുവിനോട് ചേർന്നൊന്ന് ഇരിക്കാൻ ശ്രമിച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമോ? എൻ്റെ ഹൃദയം, എൻ്റെ നിക്ഷേപം യേശുവിലാണ് എന്ന്. അതോ എൻ്റെ നിക്ഷേപം ചില മനുഷ്യ വ്യക്തികളിലോ, എൻ്റെ തന്നെ ദുരാശകളിലോ, ഒരുപക്ഷെ എൻ്റെ തന്നെ ചില മോഹങ്ങളിലോ, ലൗകിക മോഹങ്ങളിലോ ആണോ? ഞാൻ 100% എൻ്റെ രക്ഷകരായി കർത്താവിനെ സ്വീകരിക്കുന്ന ഉള്ളുകൊണ്ടോ നാക്കുകൊണ്ടോ പറഞ്ഞേക്കാം. എങ്കിലും നിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങൾ ഇല്ലേ? എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങൾ പുറത്തല്ല, തടിയും മണ്ണും കൊണ്ടുണ്ടാക്കിയതല്ല, നിൻ്റെ ഹൃദയത്തിലാണ് വിഗ്രഹം. നിൻ്റെ അസൂയ, നിൻ്റെ അഹങ്കാരം, നിൻ്റെ സ്വാർത്ഥത, നിൻ്റെ മുൻകോപം, സ്നേഹമില്ലായ്മ, സ്നേഹരാഹിത്യം, അഥവാ ലോകത്തിലെ ചില വസ്തുക്കളെ പിടിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കിയിരിക്കുന്നത് നിൻ്റെ വീട് തന്നെയായിരിക്കാം, പണമായിരിക്കാം, അത് ബാങ്കിലായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നിൻ്റെ സ്വർണമോ വെള്ളിയോ ആയിരിക്കാം. നിൻ്റെ സമ്പാദ്യം എന്ന് നീ പറയുന്നത് നീ ലോകത്തിൽ സമ്പാദിച്ചു വച്ചിട്ടുണ്ടോ മോനെ മോളെ? നിൻ്റെ സമ്പാദ്യം അവിടുന്നിലാണോ, യേശുവിലാണോ, ദൈവത്തിലാണോ? അത്തരം കൊണ്ട് പറഞ്ഞാൽ പോരെ മക്കളെ, പാടിയാൽ പോരെ മക്കളെ. ഹൃദയം കാണുന്നവൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനത കാരണമേ, ഞങ്ങൾ മനുഷ്യരായിപ്പോയി കർത്താവേ. ഈ ലോകത്തുള്ള പലതും അള്ളിപ്പിടിച്ച് ഞങ്ങൾ പ്രേമിച്ച് സ്നേഹിച്ച് സ്വന്തമാക്കുന്നു. കൈവിടാൻ പ്രയാസമാണ് കർത്താവേ. അനുഗ്രഹിക്കൂ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ തരൂ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ആത്മാവിനെ തന്നാൽ മാത്രമേ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കാതെ, ഈ ലോകത്തെ സ്നേഹിക്കാതെ, ഈ ലോകത്തിലുള്ള ഒന്നും സ്വന്തമാക്കാതെ കർത്താവേ ഞങ്ങളുടെ പക്കലേക്ക് വരാൻ സാധിക്കൂ. ആ യോബ് പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് ഞാൻ കർത്താവെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഈ ലോകത്തിൽ നിന്ന് എനിക്കൊന്നും കൊണ്ടുപോകാനും സാധ്യമല്ല. നഗ്നനായി വന്നു, നഗ്നനായി ഞാൻ പോകും. ഓ നാഥ, മനോഭാവം ഞങ്ങൾക്ക് തരൂ. അലക്സാണ്ടർ മഹാ ചക്രവർത്തിയെ അടക്കാൻ നേരത്ത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എൻ്റെ കൈ രണ്ടും ശവപ്പെട്ടിയുടെ പുറത്തിട്ട് വേണം എന്നെ കുഴിച്ചിടാൻ. ഞാനൊരു ദിഗ്വിജയിയാണ്, ചക്രവർത്തിയാണ്, ലോകത്തിലെ എല്ലാ മഹത്വവും നേടി, പക്ഷേ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ലോകം അറിയട്ടെ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെയാണ് കർത്താവേ. ഞങ്ങളെ ശവമഞ്ചത്തിൽ, ഞങ്ങളുടെ ശവകുടീരത്തിൽ കൊണ്ട് അടക്കും. ഒരു ചെറിയ 1 ഗ്രാം സ്വർണം പോലും കൊണ്ടുപോകത്തില്ല. ഒരു പക്ഷേ ശരീരത്തിട്ടേക്കും, ആ ശരീരത്തോടു കൂടി അത് നശിച്ചു പോകും. നശിച്ചു പോകാത്ത അനശ്വരമായ എൻ്റെ ജീവിതം എൻ്റെ കർത്താവേ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് നമ്മളെ അർപ്പിക്കാം, ശരീരമല്ല. ആ ശരീരം നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരമാണ്, ദേവാലയമാണ്, പരിശുദ്ധമായിരിക്കണം. പക്ഷേ ആ പരിശുദ്ധിയുടെ പരിശുദ്ധിയിലായിരിക്കുന്ന യേശുക്രിസ്തു ആയിരിക്കട്ടെ ഹൃദയത്തിൻ്റെ കേന്ദ്രം. ഈശോയെ, യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാ തോമാശ്ലീഹ ആ കർത്താവിൻ്റെ മുറിവിൽ തൊട്ടുകൊണ്ട് പറഞ്ഞ പോലെ നമുക്കൊന്ന് തൊടാം. യേശു ജീവിക്കുന്നു, തൊടു. ഞാൻ പറഞ്ഞല്ലോ, അവൻ ജീവിക്കുന്നത് ഇവിടെയാണ്, ഈ സക്രാരിയിൽ.
ഈ കുരാശയിലാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ശരീരത്വത്തോടെ, ദൈവികത്വത്തോടെ, ആത്മാവോടെ ഇതാ ഇവിടെ സന്നിഹിതൻ. വിശ്വസിക്കൂ മക്കളെ. നിങ്ങളിൽ ചിലർക്ക് ആ വിശ്വാസം ഞാൻ കാണുന്നില്ല. നിങ്ങളെ ദിശ മുഴുവൻ അതെ പുറമേയുള്ള വട്ടത്തിലേക്കോ അവിടെ അലങ്കാരത്തിലോട് നോക്കൂ നോക്കൂ. ആ ആട്ടിടയമ്മ കണ്ടതുപോലെ, അല്ലെങ്കിൽ ആ സമരക്കായി കണ്ടതുപോലെ, അല്ലെങ്കിൽ ആ സഖേയൂസ് കണ്ടതുപോലെ, മോനെ മോളെ ഈശോന്ന് കണ്ട് ഹൃദയം തുറക്കൂ. കാണണമെങ്കിൽ തടസ്സമായിട്ടുള്ള ദൂരെ എഴണം. യേശുവേ അനുഗ്രഹിക്കൂ എൻ്റെ മക്കളെ. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെയും എൻ്റെ മക്കളെയും അനുഗ്രഹിക്കൂ. ഞങ്ങളുടെ ജഡത്തിന് അതീതമായി ജഡത്തിൻ്റെ ദുരാശകളെ നീക്കിക്കളഞ്ഞ് ജഡാതീതമായിട്ട് ആത്മാവിൽ അങ്ങേ കണ്ട് ആത്മാവിൽ അങ്ങ് സ്തുതിച്ചാരാധിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റൂ. ജീസസ്, യേശുവേ യേശുവേ ആന്തരിക സൗഖ്യം തരൂ. അമ്മയുടെ ഉദരത്തിൽ പിറന്ന നിമിഷം മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഈ ലോകത്തോട് ഇങ്ങനെ ബദ്ധരായിരിക്കുന്നു. ഈ ലോകത്തിലെ വസ്തുക്കൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് സുരക്ഷിതം ഈ ലോകത്തിലാണ് കണ്ടുപിടിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ, പണത്തിൽ, പ്രതാപത്തിലൊക്കെയാണ് ഞങ്ങൾ സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത്. കർത്താവ്, ഇതുവരെ ഞങ്ങൾ അങ്ങിൽ സെക്യൂരിറ്റി വെച്ചിരിക്കുന്നില്ല. അങ്ങാണ് രക്ഷകളുടെ അധരം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അങ്ങ് ഇതുവരെ ഞങ്ങൾ രക്ഷ കണ്ടിട്ടില്ല. അങ്ങ് ഞങ്ങൾ അസ്വസ്ഥത കണ്ടിട്ടില്ല. അങ്ങ് ഞങ്ങൾക്ക് എപ്പോഴും ആകുന്നത് ഉത്കണ്ഠയാണ്. എൻ്റെ ദൈവം, ഞാൻ മരിച്ചാൽ എവിടെ പോകും? എൻ്റെ ഭർത്താവ് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭാര്യ മരിച്ചാൽ, എൻ്റെ അപ്പനും അമ്മയും മരിച്ചാൽ മരണഭീതി കിടക്കുന്നു. കർത്താവേ, അതൊക്കെ ഉണ്ടാകുന്നത് അങ്ങിൽ ഞങ്ങൾ ശരണം വയ്ക്കാത്തത് കൊണ്ടാണ്. കർത്താവേ, അങ്ങിൽ ശരണം വയ്ക്കുവാൻ, എല്ലാം സറണ്ടർ ചെയ്യുവാൻ, ഈ ലൗകികമായിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ലോകത്തിൻ്റെ അഹങ്കാരങ്ങളെല്ലാം ഇതാ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം യേശുവേ എന്നോ ഉള്ളൊരു പാട്ടുണ്ടല്ലോ, സമർപ്പണത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഗാനം മക്കളെ പാടും. സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു പൂർണ്ണമായി അർപ്പിക്കുന്നു കാഴ്ചയായി അർപ്പിക്കുന്നു നാഥാനി കൈക്കൊള്ളണേ എന്നെ നീ കൈക്കൊള്ളണേ പൂർണ്ണമായി കൈക്കൊള്ളണേ യാഗമായി കൈക്കൊള്ളണേ നാഥാനി മാറ്റണമേ എന്നെ നീ മാറ്റണമേ പൂർണ്ണമായി മാറ്റണമേ അങ്ങേതായി മാറ്റണമേ അങ്ങേതായി മാറ്റണമേ. കർത്താവേ, ഈ നിമിഷം എൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട കരങ്ങൾ ഞാൻ ഇവരുടെ മേൽ നീട്ടുന്നു. ഞാൻ മാത്രമല്ല, അഭിമന്യ പിതാവിൻ്റെ കരങ്ങളും ഇപ്പോൾ നീട്ടുന്നു. സകല വൈദികരും ഞാൻ ആഗ്രഹിക്കുന്നു, കരങ്ങൾ നീട്ടി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് അങ്ങയുടെ ജനമാണ്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണമാണ്. അങ്ങാണ് ഇടയൻ. ഞങ്ങൾ തൊഴിൽ ചെയ്യുന്ന ശുശ്രൂഷകർ മാത്രം. ലോകത്തുള്ള എല്ലാ മെത്രാന്മാരോടും ആത്മനാ ഞാൻ ഒന്നായിത്തീരുന്നിപ്പോൾ. ലോകത്തുള്ള എല്ലാ വൈദികരോടും വൈദിക ശ്രേഷ്ഠന്മാരും ഒന്നായിത്തീരുന്നു. കർത്താവേ, ജാതിയോ സഭയോ അല്ലെങ്കിൽ റീത്തോ ഒന്നും ചിന്തിക്കാതെ ആർക്കെല്ലാം അങ്ങ് അഭിഷേകം നൽകിയിട്ടുണ്ടോ പുരോഹിതരാകുവാൻ, അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിലും സത്യത്തിലും പ്രാർത്ഥിക്കുന്നു. യേശുവേ നാഥ, ഒരു ആന്തരിക സൗഖ്യം, വിടുതൽ ഈ മക്കൾക്ക് കൊടുക്കണമേ. അമ്മയുടെ ഉദരത്തിൽ പിറന്നു, ജഡത്തിൽ പിറന്നു. ആ ജഡത്തിൻ്റെ ദുരാശകളും ആ ജഡത്തിലുള്ള ലോകത്തോടുള്ള സ്നേഹവും
ലോകത്തിലെ വസ്തുക്കളിൽ ഭദ്രത കണ്ടുപിടിക്കാനും മുഴുവനും ആശ്രയിക്കാനും പലരും പരിശ്രമിക്കുന്നു. കാരണമുള്ള കർത്താവേ, എന്ന മാമോദിശായിലൂടെ ജ്ഞാനസ്ഥാനത്തിലൂടെ ഇവർ അങ്ങയുടെ മക്കളായി. കർത്താവേ, ഇന്ന് ഞാൻ ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ കേട്ട വചനമല്ലായിരുന്നു. അഭിമന്യ പിതാവിലൂടെ പറയുന്നത് നിങ്ങൾ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവേ, ഈ ബോധം ആഴത്തിലേക്ക് കൊടുക്കണമേ. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ തടസ്സമായിട്ടുള്ള എല്ലാം ഇവരിൽ നിന്ന് എടുത്തു മാറ്റണമേ ജീസസ്. കാരണം നമ്മുടെ കർത്താവേ, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണമല്ലോ. അപ്പനെ സ്നേഹിക്കണം, പിതാവിനെ സ്നേഹിക്കണം. സ്വർഗീയ പിതാവേ, അങ്ങേ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഇവർക്ക് അയച്ചു കൊടുക്കൂ കർത്താവേ. ഈ നിമിഷം ആത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരൂ, ശക്തിയായി കടന്നു വരൂ. ആത്മാവേ കടന്നു വരൂ, സ്നേഹങ്ങളും നിറയ്ക്കൂ. എല്ലാ സ്നേഹരഹിത്യങ്ങളും ദൂരെ മാറിപ്പോകട്ടെ. ഓ കർത്താവേ, വൈരാഗ്യം, രോഷം, ഭിന്നത എല്ലാം മാറിപ്പോകട്ടെ കർത്താവേ. ഇവര് ദൂരമൂലമായിരിക്കുന്ന തിന്മയുടെ ദുരാശകൾ, പണത്തോടുള്ള ദുരാശ, അഹങ്കാരമെല്ലാം ദൂരെ മാറിപ്പോകട്ടെ കർത്താവേ. ജഡീയ ആസക്തികൾ, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി ഇതെല്ലാം പോകട്ടെ കർത്താവേ. മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ ചൂരുകളി കർത്താവേ, മൊബൈലിലുള്ള അടിമത്തം, അല്ലെങ്കിൽ ഫോണോഗ്രാഫി, നീല ചിത്രങ്ങൾ എല്ലാം ദൂരെ മാറിപ്പോകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇടയന്മാരായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിവുള്ള ഈ ജനങ്ങളെ വെച്ച് കെട്ടി സുഖപ്പെടുത്തണമേ കർത്താവേ. ഓ, അങ്ങയുടെ രക്തം ഇവിടെ ഹൃദയത്തിലേക്ക് ഒഴുക്കൂ. അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ നവമായ ഒരു ഹൃദയം കൊടുക്കൂ. മഞ്ഞുപോലെ വെളുത്ത ഒരു ഹൃദയം കൊടുക്കൂ കർത്താവേ. ഈ നിമിഷം രക്തമൊഴുകട്ടെ. ആത്മാവേ, ആത്മാവേ നിറയൂ, നിറയൂ, ശക്തി കൊണ്ട് നിറയ്ക്കൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരൂ. കാക്കാദിശുകുബ ലംബലഹലലലലലംബലഹലലല ശംബലഹലലലല. ആത്മാവേ കടന്നു വരൂ. ഹല്ലേലൂയ. വസിക്കണമേ. വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കർത്താവേ, നിമിഷം പരിശുദ്ധാത്മാവിനെ അയക്കൂ. ഇവിടെ കണ്ണുകളെ തുറക്കൂ കർത്താവേ. ഇവിടെ മിഴികളെ തുറക്കൂ, ആന്തരിക മിഴികളെ. അങ്ങനെ കാണാൻ ഭാഗ്യം കൊടുക്കൂ കർത്താവേ. വിശുദ്ധ കൂടാശയില് അല്ല പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കാണാൻ ഭാഗ്യം കൊടുക്കൂ. ഓ കർത്താവിയുടെ കാതുകൾ തുറക്കണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, ശാന്തതയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് പറയുന്നത് കേൾക്കുവാൻ, അതിനുവേണ്ടി കർത്താവ് സമയം കൊടുക്കണമേ. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ, നിശബ്ദതയിൽ അങ്ങുമായിട്ട് ആ സുഹൃത്ബന്ധം സ്ഥാപിക്കുവാൻ കൃപ കൊടുക്കൂ കർത്താവേ. ബഹളം വെച്ചുള്ള പ്രാർത്ഥനയും പള്ളി പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിലും അതിനുപരിയായി വ്യക്തിപരമായി ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ മുറിയടച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കൂ. അപ്പോൾ കർത്താവേ, അങ്ങ് സംസാരിക്കും. അങ്ങ് മരിച്ച ദൈവമല്ല, ജീവിക്കുന്ന ദൈവമാണ്. സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭാര്യാഭർത്താക്കന്മാരോട്, ഈ മക്കളോട് കർത്താവേ അനുഗ്രഹം കൊടുക്കൂ. കേൾക്കാനുള്ള കൃപ കൊടുക്കൂ, കേൾക്കാൻ കൃപ. യേശുവേ, അങ്ങയുടെ ആ രുചി, അങ്ങ് എത്രയോ മധുരമുള്ളവനാണ്. തേന്മൂല മധുരമുള്ളത് നാവിൽ അനുഭവിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കൂ. ഒരു വിഷയം പാപം ചെയ്തു, നാവ് കൊണ്ട് ചീത്ത പറഞ്ഞ്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞ്, അവരെ താഴ്ത്തിക്കെട്ടി, അവരെ അപമാനിച്ചൊക്കെ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ചല്ലോ കർത്താവെ. ഇപ്പോൾ ഇവരുടെ അധരങ്ങളെ, ഇവരുടെ നാവുകളെ മാധുര്യമുള്ളതാക്കി തീർക്കൂ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹമാധുര്യം ഈ മക്കൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം തൊട്ടനുഭവിക്കാൻ ഓ നാഥ, ഇവിടെ ത്വക്കുകൾ ശുദ്ധമാക്കൂ. ഇവിടെ ത്വക്കുകൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ കരകൾ കഴുകിക്കളയും ഇപ്പോൾ കർത്താവേ. അങ്ങേ തൊട്ട് അങ്ങയുടെ ശക്തി ആ രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ, സൗഖ്യമായി അനുഭവിച്ചതുപോലെ അനുഭവിക്കുവാൻ കർത്താവേ. ഗലീലായിലും പ്രാന്തപ്രദേശത്തിലുമുള്ളവർ വന്ന് അങ്ങേ തൊട്ടപ്പോൾ അനുഗ്രഹം കൊടുത്ത കർത്താവേ, അങ്ങേ തൊടാൻ വേണ്ടിയാണല്ലോ അവർ അങ്ങയുടെ അടുക്ക വന്നത്. അതുപോലെ ഇപ്പോൾ അവർ തൊടാൻ അനുഗ്രഹം കൊടുക്കൂ. തൊട്ടാ പോരാ, അങ്ങയുടെ ശക്തി ഇവരിലേക്ക് ഒഴുകണം. ഇവരെ ശുദ്ധീകരിക്കൂ, പവിത്രീകരിക്കൂ. ജീസസ്, അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇവർക്ക് ആന്തരിക സൗഖ്യം
കൊടുക്കണമേ. ദാസൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ കർത്താവേ. ഈ ഭൗമിക കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, ആത്മീയ കാര്യങ്ങൾ അറിയണം, നിത്യത അറിയാൻ കർത്താവേ പരിശുദ്ധാത്മാവേ ബുദ്ധി കൊടുക്കൂ, വിജ്ഞാനം കൊടുക്കൂ, അറിവ് കൊടുക്കൂ. ഓ ഈശോയെ, യേശുവേ, ഇവിടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ആത്മാവ് കൊണ്ട് പ്രകാശിപ്പിക്കണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ജീസസ് കടന്നു വരൂ. ഈ നിമിഷം അത്ഭുതാവഹമായി ഇവരെ രൂപാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. ഇവരല്ല, അങ്ങാണ്. ആ അനുഭവം കൊടുക്കൂ യേശുവേ. ശാരീരിക രോഗമുള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ കർത്താവേ, ഏറെ ഡിപ്രഷനുള്ളവരുണ്ട്, ഏറെ മ്ലാനതയുള്ളവർ, അവർക്ക് സന്തോഷം കൊടുക്കണമേ കർത്താവേ. പഴയ കാര്യങ്ങൾ ഓർത്തോർത്ത് കുറ്റബോധമുള്ളവർ, അവരെ സുഖപ്പെടുത്തണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, അതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് മദ്യപാനം, അശുദ്ധി ഒക്കെ ഉള്ളവരുണ്ട്, അവരെ ഇപ്പോൾ വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കാരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന സ്നേഹരാഹിത്യം അനുഭവിക്കുന്നവർ, റിജക്ഷൻ ഉള്ളവർ കർത്താവേ, അവരെ സുഖപ്പെടുത്തൂ. ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, സമൂഹത്തിൻ്റെ സ്നേഹം, സഭയുടെ സ്നേഹം അറിയാൻ ഓ നാഥ ഇവരെ സുഖപ്പെടുത്തൂ. ആ റിജക്ഷൻസ് മുഴുവൻ എടുത്തു മാറ്റൂ കർത്താവേ. ആ സ്നേഹരാഹിത്യത്തിൻ്റെ കറകൾ കഴുകിക്കളയൂ കർത്താവേ. ഈശോ, യേശു നിമിഷം പുരഹരയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുരാശകൾ വിട്ടുമാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ നാമത്തെ ദൂരെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ഞാനിപ്പോൾ മെത്രാനച്ചനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എല്ലാ വരികളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കെട്ടാനും അഴിക്കാനും ഉള്ള അനുഗ്രഹം കർത്താവെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ബന്ധനങ്ങളെയും ഇപ്പോൾ അഴിക്കുന്നു. ഇവർക്കോ ഇവരുടെ കുടുംബത്തിലോ ഏതെങ്കിലും ശാപമുണ്ടെങ്കിൽ, ഏതെങ്കിലും പൈശാചിക ബന്ധനമുണ്ടെങ്കിൽ, ഒരു വിഷയം മന്ത്രത്തിനോ കൂടോത്രത്തിനോ എലസ് കെട്ടാനോ ഏതെങ്കിലും മന്ത്രിവാദിയുടെ കൂടെ പോയി കാണും, ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുക്കൽ പോയി കാണും. ഒരു വൈദികനല്ലാതെ ഏറെ ആളുകളിലൊക്കെ പോയി ബന്ധനത്തിലായവരുണ്ട്. പൈശാചി ശക്തിയുടെ ബന്ധനം ഇവർക്കുണ്ട്, കുടുംബത്തുണ്ട്. അതിൻ്റെ കെട്ടുകൾ അഴിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. അത് മെത്രാനച്ചനോട് ചേർന്നുകൊണ്ട്, അത് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന സക്രിയാസ് പിതാവിനോട് ചേർന്നുകൊണ്ട്, ദുഷ്ടപിശാചുക്കളെ ദൂരെ മാറിപ്പോകൂ യേശുവിൻ്റെ നാമത്തിൽ. ഈ ജനത്തെ ഉപദ്രവിക്കരുത്. നിരാശ കൊണ്ട്, വേദന കൊണ്ട്, അസ്വസ്ഥത കൊണ്ട്, ഭാരം കൊണ്ട്, രോഗം കൊണ്ട് വലയ്ക്കാതെ ദൂരെ മാറിപ്പോകൂ. മക്കളെ, നിങ്ങളെ ഞങ്ങൾ ഒന്ന് ചേർന്ന്, ലോകത്തിലുള്ള എല്ലാ വരികളും കൂടി ചേർന്ന് എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ മോചിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാദിശു ബഹാർ അറിയ ഹരിഷ.